നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്ന് സമൂഹത്തിന് വളരെ കുറവാണ്. അവരെയാണ് ആവശ്യം. നമ്മളതായാൽ മതി. കാരണം നാട്ടിൽ മുഴുവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് കൂടുതൽ ആൾക്കാരും പല സാധനത്തിനകത്ത്. അതിനകത്ത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി ഭയങ്കര ഡിമാൻഡ് വരും. നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നേരെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഡിമാൻഡ് വളരെ കൂടും. അതാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും കാരണം. ഈ ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷം ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ ഒരു ഗുണനിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫേക്കുകൾ, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നോക്കി, ഫേക്കുകൾക്കാണ് ഏറ്റവും ഡിമാൻഡ്. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ കേരളത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിൽ 300 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുകയും ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ചിറ്റലപ്പള്ളി കൊച്ചോസഫ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ നിങ്ങളാരും ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയാമല്ല. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ആകെക്കൂടി ഒരു 8 കമൻറ്റൊക്കെയാണ് ആകെക്കൂടി വരുന്നത്. അതിനകത്ത് 5 പുള്ളി ചീത്ത വിളിയാണ്. 5 പുള്ളികൾ ചീത്തയാണ്, ബാക്കി 2-3 പേര് മാത്രം അതിൻ്റെ ഒരു താഴെ. എന്നാൽ ഞാനിവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ ബോച്ചെ പൂച്ച എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുന്നുണ്ട്. എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞു, എന്തെല്ലാം സാധനം. ഒരേ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. തൊപ്പി എന്നൊക്കെ പറഞ്ഞ യൂട്യൂബർമാരുണ്ട്. അവരൊക്കെ വന്നൊരു കട ഉദ്ഘാടനം ചെയ്താൽ റോഡ് ബ്ലോക്ക് ആവുകയാണ്. ഒന്ന് ആലോചിച്ചോണം. അതായത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇതെങ്ങോട്ടാണ് സ്റ്റേറ്റ് പോകുന്നത്, മനുഷ്യരെങ്ങോട്ടാണ്, ഇതെന്താ ആൾക്കാരെല്ലാം ഇങ്ങനെ. അതായത് എന്തെല്ലാം കൊള്ളരുതായ്മ കാണിക്കുന്നവർക്ക് ഇവിടെ ഭയങ്കര ഫോളോവേഴ്സും. സമൂഹത്തിന് മാതൃകയായിട്ട് 300 രൂപ ശമ്പളത്തിന് വർക്ക് ചെയ്ത ഒരാൾ ഏതൊരു സാധാരണക്കാരനും ഇത് ചെയ്യാൻ പറ്റും എന്ന് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്തിട്ട് സ്വന്തം കിഡ്നി എടുത്ത് നല്ല പ്രായത്തിലെടുത്ത് ആൾക്കാർക്ക് കൊടുത്തിട്ട് നിൽക്കുന്ന ഒരാളെ, അത്രയും പേർക്ക് ശമ്പളം കൊടുത്തിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സും അടച്ചിട്ട് ഇവിടുത്തെ എത്രയും വലിയ പൊതുപ്രവർത്തനം വലിയ ഭയങ്കര നാട് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ധൈര്യമുണ്ട് സ്വന്തം കിഡ്നി എടുത്ത് വേറെ കൊടുത്തിട്ട് ആൾക്കാർക്ക് മാതൃകയാകാനായിട്ട്? ആ പുള്ളിക്ക് ഈ നാട്ടിൽ റെസ്പെക്റ്റ് കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് കണ്ട വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവന് ഇവിടെ ഫോളോവേഴ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങോട്ടാണ് ഇത് പോകുന്നത്? നമുക്കറിയാമല്ലോ, മനസ്സിലാകുന്നില്ല ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്. നമുക്കാണോ കുഴപ്പം? എന്നിട്ട് ഏതോ സിനിമയ്ക്കകത്ത് സലിംകുമാർ പറയുന്നല്ലേ, ഇത് ബാക്കിയുള്ളവർക്കെല്ലാം പറ്റാണോ അതോ എനിക്കാണോ പ്രശ്നം എന്നുള്ളത് ചോദിച്ച അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് ആണ് ജീവിക്കാൻ നമ്മൾ വേറിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. സ്റ്റാൻഡിങ് അലോൺ എന്ന് പറയും. നമ്മൾ നമ്മുടേതായ റൂട്ട് ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എടുത്തിട്ട് അതിനകത്തോട് നമ്മൾ അടിയുറച്ച് നിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ബഹളത്തിനകത്ത് അങ്ങനെ നിൽക്കുന്നവർക്കൊരു വേറൊരു സ്പേസ് ഉണ്ട്. അങ്ങനെ ശരിയായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം നിർബന്ധമുള്ളവർക്ക് വേറൊരു സ്പേസ് ഉണ്ട്. ബാക്കിയുള്ള സാധനം അനുകൂലത്തൊക്കെ അതിൽ നടന്നോളും. ഇവർക്ക് വേറൊരു വാല്യൂ ഉണ്ട്, അതിനെ അംഗീകരിക്കുക. അപ്പോൾ എന്ന് പറയുന്നുള്ളൂ, ഞാൻ കണ്ട വക്കീൽ ലോകത്ത് മുഴുവൻ കോൺടാക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളി US പോകുന്നതാണ്, US കോടതിയിൽ കേസ് ചെയ്യുന്നത്. ഇവിടുത്തെ കോടതിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് കേസിന് മെറിറ്റ് ഉള്ളതാണെങ്കിൽ ഞാൻ അങ്ങേറ്റം വരെ പോകും. ഇവിടെ പലപ്പോഴും അതിനെ ബേസ് ചെയ്തൊന്നുമല്ല പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നത്, പല വിധികളും വരുന്നത് പോലും ഇതൊന്നുമല്ല. അപ്പം പുള്ളി പറഞ്ഞാൽ കേസിന് മെറിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കാം, കേസിന് മെറിറ്റ് ഇല്ലെങ്കിൽ ഇവിടെ അല്ലാതെ പല അഭ്യാസങ്ങളും നടക്കുന്നുണ്ട്, ഞാനതിന് ഫെയിലാണ്. വാദിച്ച് ജയിക്കാൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം. അതല്ലാത്ത വേറെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവും, അത് ചെയ്യുന്നവരും ഉണ്ട്. നമുക്ക് അതിന് പറ്റുന്ന ഒരാളല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരാണ്, നേരെ നിൽക്കുന്ന ആൾക്കാർ. പുള്ളി ഭയങ്കര ഫാമിങ്ങും ഭയങ്കര ക്രേസാണ്. പുള്ളിയുടെ അമ്മയുടെ ഒരു ഇതിനെക്കുറിച്ച് ഒത്തിരി മനോരമയിലൊക്കെ നിങ്ങളും ചിലപ്പം വായിച്ചായിരിക്കും. നമ്മുടെ ഒരു നാടൻ വെച്ചു പശുവിൻ്റെ കാലൊടിഞ്ഞിട്ട് അമ്മ അതിനെ ട്രീറ്റ് ചെയ്ത് നേരെയാക്കാതെ, നമ്മൾ വീട്ടിലൊരു അംഗമാണ് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അതിൻ്റെ പുറകെ നിന്നിട്ട് ആ കാല് ഓപ്പറേറ്റ് ചെയ്ത് അവസാനം അതിന് വേറെ കൃത്രിമ കാല് വെച്ച് ആ പശു നടക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തയായിരുന്നു ചാനലുകളിൽ. പുള്ളിയുടെയാണ്. പുള്ളി നാട്ടിൻപുറം നല്ല കൃഷിക്കാരനാണ്, ഭയങ്കര മനുഷ്യസ്നേഹിയാണ്, ജനങ്ങൾക്ക് വേണ്ടി. അപ്പം പുള്ളി കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ തന്നെ പുള്ളി പറയാം, ഇദ്ദേഹത്തിൻ്റെ മോൻ ഫാമിങ് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നും അഡ്വൈസ് ചെയ്യാൻ അറിയാനും വേല. അഡ്വൈസ് ചെയ്യാൻ എന്താണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഇതിലേ പോകണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ ആരുമില്ല, നിങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എങ്ങനെയോ നിങ്ങൾ ഒന്നിച്ച് വന്നു, അതുകൊണ്ട് ഇപ്പം തന്നെ സംസാരിച്ചോളാൻ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തില്ല. അവരൊക്കെ അന്നേരം അദ്ദേഹം പറയുകയാണ്, അവർ നമ്മളെ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഇത് അപ്പം പുള്ളി മറ്റവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ അതാണ്. കാരണം അദ്ദേഹമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത്രമാത്രം സമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി അതാണ്. ഇതുപോലത്തെ ആക്ടിവിറ്റികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള മനുഷ്യരാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മറ്റേ അദ്ദേഹത്തിനോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എപ്പോഴും പറയും, നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ നാളെ അറിയപ്പെടേണ്ടത് എങ്ങനെയാണ്. ആൾക്കാരിങ്ങനെ ചുമ്മാ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. കൂടുതൽ ആൾക്കാരും എന്തൊക്കെയോ പൈസ ഉണ്ടാക്കുന്നൊരു മെഷീനായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയാൻ മേല. കുറേ കാശുണ്ടാക്കുന്നു. ഈ കാശ് ആർക്ക് വേണ്ടിയാണ്? നല്ല ശതമാനം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കാശുണ്ടാക്കുന്ന പലരും ആശുപത്രിക്കാർക്ക് വേണ്ടി കാശുണ്ടാക്കുന്നു, ആശുപത്രി കൊടുക്കാൻ. അതാ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് വെച്ചാൽ എനിക്കൊന്ന് ഇപ്പോൾ ഇനിയുള്ള കാലത്ത് പല ആൾക്കാരും പറയേണ്ടി വരുന്നത് അതാണ്, ആശുപത്രിക്ക് വേണ്ടി.
കാരണം രാവിലെ മുതൽ ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ചെയ്യുക, ആശുപത്രിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്ന കുറേ മെഷീൻസായിട്ട് മാറുന്നുണ്ടോ എന്ന് നമുക്ക് സംബന്ധിച്ച് ലൈഫിനെക്കുറിച്ച് അറിയാൻ മേല, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ മേല. ഈ മെഷീൻ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ ലൈഫ് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ഈ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. എന്താണ് ഇതിന് കൊടുക്കേണ്ടത്? ആഹാരം എന്ന് പറഞ്ഞാൽ ഫ്യൂവലാണ്. ഒരു വണ്ടിക്ക് ഫ്യൂവൽ നമ്മൾ ഒരിക്കലും പെട്രോൾ ഒഴിക്കുന്ന വണ്ടിക്ക് ഡീസൽ ഒഴിക്കുമോ? പെട്രോൾ ബൈക്കിനകത്തുനിന്ന് അവർ 1/2 ലിറ്റർ ഡീസൽ ഒഴിക്കുക ഇച്ചിരി വിലക്കുറവാണെന്ന് ഓർത്ത് ഒഴിക്കുകയില്ല. നമ്മുടെ അതിനകത്താണ് ഒഴിക്കും. എന്ത് ചവറും കഴിക്കും. അപ്പോൾ എന്ത് സാധനവും കഴിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വിചിത്രമാണ്. ആലോചിച്ചാൽ വളരെ വിചിത്രമാണ്. ഒരു 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 പെട്രോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിക്കകത്തുനിന്ന് ഇച്ചിരി വിലക്കുറവാണല്ലോ എന്നോർത്ത് ഡീസൽ കയറി ഒഴിക്കുമോ? ഒഴിക്കത്തില്ല. എന്നാൽ 1/2 ലിറ്റർ ഒഴിക്കാൻ മേലെ. വണ്ടി ഓടുമെന്നാലും കേട്ടോ, ഡീസൽ ഒഴിച്ചാലും ഓടും. ഇന്ന് നമ്മൾ പല ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ മാറ്റിയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ മണ്ണെണ്ണ ഒഴിക്കും, എന്നിട്ട് ഓടും കേട്ടോ. കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും ഇതിന് മുഴുവൻ ആശുപത്രിക്കാർക്ക് കാശ് കിട്ടുന്നു മാത്രം. മൊത്തം അവരും കൊണ്ടുപോകും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഫസ്റ്റ് രാവിലത്തെ സെഷൻ നമ്മൾ ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. ലീഡർഷിപ്പ് എന്താണ്? ഇപ്പം ഓരോരുത്തരും വളരുന്നു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും എവിടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ലീഡർഷിപ്പാണ്, നേതൃത്വം. അതിനാണ് ആൾക്കാർ കുറവ്. ഫോളോ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. നേതൃത്വം ഏറ്റെടുക്കുന്നതിനാണ് ആൾക്കാരെപ്പോഴും കുറവ്. അതിനാണ് ഷോർട്ടേജ്, അതിനാണ് സ്പേസ് കൂടുതലുള്ളത്. അപ്പോൾ അതിലേക്ക് വരിക എന്നുള്ളത്, ഇത് നമ്മൾ വീടുകളിൽ പോലും നമ്മുടെ ഭാഷയും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും ഒക്കെ നമുക്ക് ഇത് നേതൃപാഠവും ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അതിൻ്റെ വാല്യൂ റെസ്പെക്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളാണ് നമ്മൾ ഇന്ന് ഈ സെഷനകത്തൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട് എഴുതാനില്ലാത്ത കൈ വീശി വന്നിട്ടുള്ള ആൾക്കാരൊന്ന് കൈവെക്കാവോ? ട്രെയിനിങ് സെഷന് അല്ല, പറഞ്ഞു വിടാനല്ല. ഇവിടുന്ന് പാഡ് മേടിക്കുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അത് വരുന്നൊരു സ്പോൺസർ ആരാണ്? ഇവരുടെയൊക്കെ സ്പോൺസറെ അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടാണ്. ഒരാൾ വരുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് എന്തിനാണ് വരുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഫുൾ ഡേ സെഷൻ അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അവിടുന്ന് ഈ നമ്മൾ കേട്ടതിനകത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഒരു മണിക്കൂർ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തതിന് അതിൻ്റെ 5% കാര്യം മാത്രമേ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. നമ്മുടെ മനസ്സിൽ കയറിയ ഒരു 5% മാത്രമേ വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര അതായത് ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നൊരു കറണ്ട് ഒരു താഴെ വരുമ്പോൾ 0 ബൾബിൻ്റെ ലെവലിലേക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്ത് പോകും. എഴുതിയെടുത്താൽ എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉറക്കെ വായിക്കട എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ, ഇന്നത്തെ കാരണവന്മാർ ഇന്ന് വീട്ടിലാർക്കും ഇതിനൊന്നും പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. പണ്ടത്തെ കാരണവന്മാർ ഉറക്കെ വായിക്കട എന്ന് പറയുന്നത് എന്ത് ബഹളമാണ്. ഉറക്കെ വായിക്കുന്നത് എന്തിനാണ്? മനസ്സിൽ തറയുന്നത് വായിക്കുന്നതും കേൾക്കുമ്പം തറയാൻ വേണ്ടി ഉറക്കെ വായിക്കാൻ പറയുന്നത് എന്ന് പറയുന്നതിലാണ്. എഴുതുമ്പോൾ ചുമ്മാ എഴുതാൻ പറ്റില്ല. എഴുതുമ്പോൾ മൈൻഡ് അപ്ലൈ ചെയ്യണം. മൈൻഡ് അപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ പഠിക്കുക. അതാണ് എഴുതി പഠിക്കുന്നതിൻ്റെ കാര്യം. ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എഴുതി പഠിക്കുന്നതിൻ്റെ കാര്യം എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് അപ്ലൈ ചെയ്യണം. ഒരു പുസ്തകം ഒരാൾ എഴുതണം, എന്തുമാത്രം മൈൻഡ് അപ്ലൈ ചെയ്താലാണ്. ഇപ്പോൾ ഇവന്നെ ഒരു പ്രസൻറ്റേഷൻ എടുക്കുക, എത്ര സമയം മൈൻഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര സമയം മൈൻഡ് അതിനകത്ത് കൊടുക്കണം. എന്താണ് പറയേണ്ടത്, ഇവിടെ ആരാ വരുന്നത്, അവർക്ക് തിരിച്ച് വൈകുന്നേരം പോകുമ്പോഴത്തേന് അവർ ഒരു ദിവസം ചിലവാക്കിയതിന് അവർ വർത്തായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടോപ്പിക് എന്താണ് വേണ്ടത്, അതിന് നമ്മുടെ മൈൻഡ് ഷെയറാണ്. അപ്പോൾ എഴുതുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെപ്പോഴും പറയും, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല നമ്മൾ പഠിക്കുന്നത്, പഠിപ്പിക്കുമ്പോഴാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ എല്ലാവരോടും ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ഒരു സന്തോഷമുണ്ട്. രാധാകൃഷ്ണൻ സാറ് ഒരു സ്പീക്കർ ലെവലിലേക്ക് ഉയർന്നത് നിങ്ങൾ കണ്ടു ഇല്ലേ? നിങ്ങളുടെ ഇടയിൽ ഒരാൾ വളർന്നു വന്നൊരു സ്പീക്കർ ലെവലിലേക്ക് വളർന്നു വരുന്നത് നിങ്ങൾ നേരിട്ട് കാണുമ്പം ഒരു ബോധ്യം, ഒരു ഇതുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ നിങ്ങളെന്നെ ഒരു സ്പീക്കർ ലെവലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ, ഞാൻ ഇവരോട് എല്ലാവരോടും പറയും, നിങ്ങളുടെ ഇടയിൽ നിന്ന് കോട്ടിട്ട ആൾക്കാർ വരണം. കോട്ടിൻ്റെ കളർ മാറി വരുമ്പോഴാണ് വിശ്വാസം വരുന്നത്. ഞാൻ നേരത്തെ പോലെ കോട്ടിട്ടുണ്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളത് അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ വളർന്നു വരുന്നതിനുള്ള അന്നേരം വരുന്നൊരു ബിലീഫാണ്. അത് ചെറുതല്ല. ആ ബിലീഫ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ അപ്പോൾ എഴുതി പഠിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം കൊണ്ടുവന്നിട്ടില്ലാത്തവർ ആരെങ്കിലും കൊടുക്കുക, സഹായിക്കുക. എഴുതാനുള്ളത് പോയിന്റുകൾ എഴുതിയെടുക്കുക. എഴുതുമ്പം മാത്രമാണ് മനസ്സിൽ നമ്മൾ കുറച്ചുകൂടെ കയറുന്നത്. അത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വള്ളം ഉണ്ടാക്കാൻ, നമ്മൾ മഴക്കാലമാണെങ്കിൽ വള്ളം ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് പേപ്പർ. അന്നേരം അതിനുള്ളതല്ല ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഗ്രീൻ പ്ലാനറ്റ് തുടങ്ങിയ കാലം മുതൽ ആൾക്കാരോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേല. ഒരു 200 പേജിൻ്റെ ബുക്ക് വെക്കുക. ഫാം വിസിറ്റുകൾ നടത്തുമ്പോൾ ഓരോ ഫാമിലും ഉള്ള സാധനങ്ങൾ ആ ഡയറിയിൽ നോട്ട് ചെയ്ത് പോകും, റെക്കോർഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇപ്പം മോഡേൺ മെഡിസിൻ ഇത്രയും വലിയ സംഭവമായിട്ട് നിൽക്കുന്നതും ആയുർവേദത്തിനും ഇതിനുമൊക്കെ റിസൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അത്രയും പറ്റാത്തതിൻ്റെ കാര്യം മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഡോക്യുമെൻറ്റേഷൻ ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതാ വലുത് ഏതാ ചെറുതെന്നൊക്കെ പറഞ്ഞുള്ള തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ആകെ കൂടി ഒരു കാര്യം, ആൾക്കാർക്ക് ഡോക്യുമെൻറ്റ്സ്, ഓക്കെ ഇതാണ് ആവശ്യം. സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പേപ്പറുണ്ട്, മറ്റൊരു പേപ്പറില്ല.
ഇത് മാത്രമാണുള്ള ഡിഫറൻസ്. അപ്പോൾ ഏതിനും ഡോക്യുമെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പോകുന്ന, ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നൊരാൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അനുഭവം, നിങ്ങളുടെ തോട്ടത്തിൽ, മറ്റുള്ളവരുടെ തോട്ടത്തിലും ആരോഗ്യത്തിലും ഒക്കെ വരുന്ന സാധനങ്ങൾ ജസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്തു പോകും. കുറേ കാലം കഴിയുമ്പോൾ ഞാൻ ആരാണ്, ഇത് ഇത്രയും സാധനം ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഈ തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം, അവരോട് ചോദിക്കാം, അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക, വീഡിയോ എടുത്ത് വെക്കുക. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു, ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ തോട്ടം നഷ്ടത്തിലാണ് കിടന്നിരുന്നത്, ഈ തോട്ടത്തിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ ഇതാണ്, 2 വർഷം കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് പോകും. ഇന്നിവിടെ എല്ലാ ആൾക്കാരും, നിങ്ങളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, സിമ്പിളാണ്, ഒരു പൈസ പോലും മുടക്കാണ്ടാത്തൊരു സാധനമാണ്. അതിനകത്തേക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് അതിനകത്ത് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ പോകുന്ന സ്ഥലത്തെ മുഴുവനും ചുമ്മാ ഇട്. ഇപ്പം നിങ്ങൾ റീച്ച് ആകുന്നതിനെക്കുറിച്ചൊക്കെ നിൽക്കട്ടെ, ഇത് നിങ്ങളുടെ സ്വന്തം ഒരു അസറ്റാണ്. നാളെ നിങ്ങളിത് തുടങ്ങിയത് ഇതാണ്, നിങ്ങളുടെ സ്ഥലത്തൊരു തോട്ടത്തിൽ പോയി ഒരു വീഡിയോ എടുത്തു, ഞങ്ങളിത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ആയിരുന്നു ആ കൃഷിക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുക, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അങ്ങേര് പോലും ചിലപ്പോൾ നാളെ മാറ്റി പറയും. അതിന് മുമ്പ് അങ്ങേരെ കൊണ്ട് ആദ്യമേ പറഞ്ഞോണം. കാരണം എൻ്റെ അനുഭവം, നമുക്ക് വേണ്ടി വീഡിയോ തന്നവർ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ഉപയോഗിക്കാത്തവരുണ്ട് അവരുടെ ജീവിതത്തിൽ. കാരണം അവർക്ക് തന്നെ തോന്നുന്നു ഇതുകൊണ്ട് തന്നെയാണോ. ഇപ്പം നമ്മൾ നല്ലൊരു ഫുഡ് കഴിച്ചു, നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുവാണ് ഇതുകൊണ്ടൊന്നും ആയിരിക്കില്ല, വീണ്ടും പഴയ പരിപാടിയിലേക്ക് തുടങ്ങിയേക്കാമെന്ന് വിചാരിക്കും. ഇതുകൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ. കുറേ കഴിഞ്ഞ് സുഖമായിട്ട് പിടിച്ച് കഴിയുമ്പോൾ ശരിയാ, നമ്മൾ ഇത് മാറ്റി പിന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആൾക്കാർക്ക് സ്വയം ഏത് സാഹചര്യത്തിൽ ചെന്നാലും കുറച്ച് കഴിയുമ്പോൾ അവർ ചുമ്മാ ഡീമോട്ടിവേറ്റഡ് ആവും. സ്വർഗ്ഗത്തിലിരിക്കുന്നവൻ പോലും കുറച്ച് 3 മാസം കഴിയുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവും. അവൻ സ്വർഗ്ഗമാണെന്നവൻ അല്ല, ഞാൻ തമാശയുള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഡിസ്നി വേൾഡിൽ ചെന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി സമയത്ത് വന്നില്ലെന്നോ ചിരിച്ച് കാണിച്ചില്ലെന്നോ പറഞ്ഞാൽ അവിടെ കിടന്ന് തല മുടി എഴുന്നിട്ട് നിൽക്കുന്നവന്മാരുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതത്തിനകത്ത് ജീവിച്ചിട്ടും ആണേലും അവരവിടെ കിടന്ന് വഴക്ക് പിടിക്കുക. അവരുടെ ബ്രെയിൻ അതാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചുമ്മാ ഒരു കാര്യമില്ല, കുറച്ച് ദിവസം എവിടെയെങ്കിലും പോയി ജോലി കിട്ടുന്ന സമയത്ത് എല്ലാവർക്കും സന്തോഷമാണ്. ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചു, ഇങ്ങനെ ശരിയല്ല, ഓണർ അയക്ക് എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്, അയാൾ കാറ് മേടിച്ചു, നമുക്ക് എന്നാ പ്രയോജനം, ഈ ക്ലാസ്സിലേക്ക് മാറും. ജീവിതത്തെ അവനൊന്നും രക്ഷപ്പെടാറില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, ജീവിതത്തെ അവനും രക്ഷപ്പെടത്തില്ല. അവന് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാമല്ലോ, എനിക്ക് സാമ്പ്രാണിയുടെ ഫാക്ടറി ഉണ്ടായിരുന്നു. കർണാടകയാണ് അഗർബത്തിയുടെ ഹെഡ് ഓഫീസ്. അവിടെ നിന്നൊരു എനിക്ക് പെർഫ്യൂം ബ്ലെൻഡ് ചെയ്യുന്ന ഒരാൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്ന സാധാരണ ഒരു സാമ്പ്രാണി തിരി മേടിച്ച് കത്തിച്ച് പോകുമ്പോൾ ചുമ്മാ നിസ്സാരമായിട്ട് കാണുന്ന ഒരു പെർഫ്യൂമിനകത്ത് 100-നടുത്ത് കെമിക്കലുണ്ട്. 100-നടുത്ത് കെമിക്കൽ കറക്റ്റായിട്ടുള്ള കോമ്പിനേഷൻ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. വലിയ കമ്പനികളൊക്കെ അതിൻ്റെ ഫോർമുല ബുക്ക് ബാങ്ക് ലോക്കറിലാണ് വെക്കുന്നത്. ഇപ്പോൾ സൈക്കിൾ അഗർബത്തി ഇതുപോലുള്ളവരൊക്കെ ബാങ്ക് ലോക്കറിലാണ്, ആ ഫോർമുല ആണ് അതിൻ്റെ മൊത്തം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മൾ വിചാരിക്കും ചുമ്മാ പെർഫ്യൂമിനകത്തേക്ക് ഇവിടെ കിട്ടുന്ന നമ്മുടെ കടയിലൊക്കെ പെർഫ്യൂം മേടിക്കുക, അതിനകത്ത് ചുമ്മാ മുക്കിയെടുക്കുന്നല്ലേ തോന്നുന്നത്. ഫ്രാൻസിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ചില ഇതൊക്കെ ഉണ്ട്, അതിനൊക്കെ 1 കിലോയ്ക്ക് 2.5 ലക്ഷം 3 ലക്ഷം രൂപ വരും പെർഫ്യൂമിൻ്റെ വില. അത് ചിലപ്പം 3% 2% ഒക്കെ ചിലപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരുണ്ട്. പുള്ളിയുടെ ചേട്ടൻ ഈ സൈക്കിൾ അഗർബത്തിക്കൊക്കെ റോ സ്റ്റിക്ക് സ്മെല്ലുണ്ടാക്കുന്നതിന് മുമ്പുള്ള ആ സ്റ്റിക്ക് മെയിൻ സപ്ലയർ ആഴ്ച 3-4 ട്രക്കിലോട് അവർ കൊടുക്കുന്നത്. 3000-ലധികം സ്റ്റാഫുണ്ട് അവർക്ക്, 3000-ലധികം സ്റ്റാഫ്. അപ്പോൾ തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ എന്നൊക്കെ പറഞ്ഞൊരു ഗ്രാമം മുഴുവനും ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ പുള്ളിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ലോഡ് കയറിക്കുണ്ട്. അപ്പോൾ പുള്ളിയുടെ ബ്രദറുണ്ട്, പുള്ളി ഈ സൈക്കിൾ അഗർബത്തിയുടെയൊക്കെ വളർച്ച നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ബ്രദറിന് ഭയങ്കര പെർഫ്യൂം ബ്ലെൻഡിങ്ങിൻ്റെ ആരാധന. പുള്ളിയുടെ ഒരു കെമിക്കൽ റൂമുണ്ട്. പുള്ളിയുടെ പൈസ മുഴുവൻ ഈ പെർഫ്യൂം ബ്ലെൻഡ് ചെയ്യാൻ കാശ് മേടിച്ചിരുന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പുള്ളിയുടെ പാഷൻ. ഇപ്പോൾ ചേട്ടന് പക്ഷേ അതിനകത്ത് ഇല്ല തന്നെ. അപ്പം പുള്ളിക്കൊരു ഓൺ ബ്രാൻഡ് പുള്ളിയാണെന്ന് ഭയങ്കര ആഗ്രഹം. പുള്ളി ഇംഗ്ലീഷ് വേണം 4 പേജ് എസ്സേ എഴുതും, പക്ഷേ പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കരുത്, കന്നഡയെ സംസാരിക്കുള്ളൂ. അങ്ങനെ ഞാൻ കന്നഡ പഠിച്ചു, ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ വേണ്ടി. പുള്ളിയുടെ പെർഫ്യൂം റൂമിൽ എന്നെ മാത്രമേ കയറ്റുള്ളൂ. രാത്രി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടെ 12 മണി 12:30 ആയിരിക്കും. പെട്ടെന്ന് എവിടുന്നെങ്കിലും ഒരു സ്മെല്ല്, ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പുള്ളിയായിട്ടായിരിക്കുന്നെങ്കിൽ ഒരു സ്മെല്ലിപ്പോൾ വന്ന പുള്ളി പെട്ടെന്ന് ഇങ്ങനെ വലിക്കും. എന്നോട് പറയും നമുക്ക് പോവാം, അങ്ങോട്ട് പോവാം, കെമിക്കൽ റൂമിൽ പോവാം. അവിടെ ഇരുന്നിട്ട് പുള്ളി ഈ സാധനം അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്ത് എന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ അകത്ത് ആ റൂമിൽ കയറിയാൽ പിന്നെ സ്മെല്ലൊന്നും നമ്മൾ അറിയത്തില്ല, മൂക്ക് പിന്നെ സെൻസ് ചെയ്യത്തില്ല, അവിടെ മുഴുവൻ ഇത് കെമിക്കലാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ഫാക്ടറി നമ്മൾ കേരളത്തിൽ തുടങ്ങി. ആദ്യം ബാംഗ്ലൂരായിരുന്നു ആ യൂണിറ്റ്, അതിൻ്റെ ചെറുതായിട്ട് നമ്മൾ കേരളത്തിൽ തുടങ്ങി. എന്നാൽ അവിടെ നിന്നൊരു പയ്യൻ അവനോടുള്ള ഓമനത്തം കൊണ്ട് അവൻ്റെ അമ്മോട് ഞാൻ ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇന്നാണ് ചിലപ്പോൾ സാധിക്കത്തില്ല, കാരണം കൊച്ചു പയ്യനാണ്, അല്ല മുരുകൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവൻ വന്നപ്പോൾ അവനെ 1 സെക്കൻഡിൽ ഒരെണ്ണം വെച്ച് അവനിങ്ങനെ പാക്ക് ചെയ്ത് അപ്പോൾ അവനെ ഇവിടെയുള്ളവരെ പഠിപ്പിക്കാനൊക്കെ കൂടിയാണ് കൊണ്ടുവന്നത്. അവനോടൊരു ഓമന എൻ്റെ വീട്ടിൽ തന്നെയാണ് അവനെ താമസിപ്പിച്ചത്. അവൻ്റെ അമ്മ പറഞ്ഞു, അവനെ നമ്മളെങ്ങും വിട്ടിട്ടില്ല, ഒരു രാത്രി പോലും വേറെ സ്ഥലത്ത് നിന്നിട്ടില്ല, കുഴപ്പമില്ല, അവൻ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തും. എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അവനെ താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ അവനെ രാവിലെ
ഫാക്ടറി പോകും. അപ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഇതാണ്, അവിടെ ബാക്കി വർക്ക് ചെയ്യുന്നവർ പറയുകയാണ്, ഇവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ എല്ലാ ദിവസം വന്ന്, അവനെ പേടി എല്ലാവർക്കും, അവർ കൃത്യമായിട്ട് അവിടുത്തെ എല്ലാ വിവരവും എൻ്റെ അടുത്ത് തരുമെന്ന് പറഞ്ഞ് ഇവനെ എല്ലാവരും സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. അകത്ത് നടക്കുന്ന സംസാരം പോലും അവൻ എൻ്റെ അടുത്ത് പറയുന്ന അവർക്കറിയാം. അപ്പോൾ ഇവനോട് അവിടുത്തെ വർക്കേഴ്സ് ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കുക, നീ ഇതുപോലെ സ്പീഡിൽ ചെയ്യരുത്, ഇത് ചെയ്താൽ ഞങ്ങളുടെ പണി പോകും, അപ്പം നീ സ്ലോ ആകുക, പയ്യെ ചെയ്തില്ലെങ്കിൽ നമ്മൾ മുതലാളി നോക്കുമ്പോൾ നീ ഇത്ര എണ്ണം ചെയ്തു, ഞങ്ങൾ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്, 4 പോലും അവർ ചെയ്യുന്നില്ല, അപ്പം നമുക്ക് ഇത്രയും പൈസ തരുന്ന എന്താണെന്ന് മുതലാളി ചിന്തിച്ച് നമ്മുടെ ജോലി കളയാനുള്ള പരിപാടി നീ ചെയ്യുന്നത്, അതുകൊണ്ട് നീ പയ്യെ നിൽക്കി, ഞങ്ങളുടെ ഒപ്പം നിൽക്കി എന്ന് അവനോട് പറയുക. ഇവൻ വന്ന് എന്നോട് പറയുന്നുണ്ട്. അല്ല, എന്നിട്ട് അവൻ തിരിച്ചു കൊടുക്കുന്ന അഡ്വൈസ് എന്താണെന്നറിയോ? അവൻ പറഞ്ഞത്, ഞാൻ മുതലാളിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, മുതലാളിക്ക് കൂടുതൽ കാശുണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ സ്പീഡിൽ ചെയ്യുന്നത്, ഞാൻ ഓരോ ദിവസവും ഇന്നലെ ചെയ്തതിനേക്കാളും 10 കൂടുതൽ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ ഫെയിലിയറാണ്. ഞാൻ ഓരോ ദിവസവും ഞാൻ ഇന്നലത്തേതിനേക്കാളും 10 കൂടുതൽ ഇന്ന് ചെയ്യും, നാളെ 10 കൂടുതൽ ചെയ്യും, 10 കൂടുതൽ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഞാൻ വളരത്തില്ല. അതുകൊണ്ട് ഞാനിത് കൂടുതൽ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, മുതലാളിക്ക് വേണ്ടിയല്ല. രണ്ടാമത്, ഞാൻ ഇത്ര എണ്ണം കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുതലാളി എനിക്ക് തന്നെ അറിഞ്ഞ് ചെയ്തു തരുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത കമ്പനി ഞാൻ ബാർഗെയിൻ ചെയ്യും, ഞാൻ ഇത്ര എണ്ണം ചെയ്യുന്നതാണ്, എനിക്ക് ഇത്ര പൈസ തരണം എന്ന് പറയാൻ പറ്റുന്ന എൻ്റെ വാല്യൂ കൂട്ടാനാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ പഠിക്കണം. അല്ലാതെ മുതലാളിക്ക് നഷ്ടമുണ്ടാക്കി നിങ്ങൾ മുതലാളിയും തൊഴിലാളിയും ഒന്നിച്ചാക്കാനല്ല നോക്കേണ്ടത്. അതാണ് ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം. അവന് അഡ്വൈസ് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗുരു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വലിയ ആൾക്കാരാണ് ഗുരു എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുള്ളത്. ഗുരു എന്ന് പറയുന്നത് കുഞ്ഞു പോലും ഗുരുവാണ്. അവനിൽ നിന്നൊക്കെ തന്നെ ഇന്ന് മാത്രം കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. അവൻ നമ്മുടെ വീടിൻ്റെ അടുത്തെ അമ്പലത്തിൽ പോയി ഈ മറ്റേ ശബരിമല സീസണിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ എല്ലാ ദിവസവും പോയി തൊഴും. അപ്പോൾ അവിടുത്തെ നാട്ടിലെ വലിയ നാട്ടുപ്രമാണികൾ അവിടെ നിന്ന് തൊഴുതിട്ട് വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പ്രസാദം കഴിച്ചിട്ട്, ഇന്നത്തെ പായസം ഗുണമില്ല, മറ്റേ തിരുമേനിയായിരുന്നു നല്ലത്, ഇത് ഉള്ളി മറ്റേ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല, മുന്തിരിയില്ല, കണ്ടില്ലേ, നമ്മളാണ്ട് കഴിക്കുവാണ് പായസം. ഇല്ല, അവിടുത്തെ നമ്മൾ കരപ്രമാണിമാർ അല്ല കഴിക്കുമല്ലോ, കഴിച്ചിട്ടാണല്ലോ അഭിപ്രായം പറയുന്നത്. കഴിച്ചിട്ട് എല്ലാവരും പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത്. ഇവൻ മേടിക്കുന്ന തന്നെ ഇങ്ങനെ നിന്നെണ്ണം മേടിക്കുന്നു പ്രസാദം, ഇങ്ങനെ നിന്ന് മേടിച്ച് സൈഡിൽ പോയി നിന്ന് കഴിക്കുന്നു. അപ്പോൾ അവിടെ ഇവന് പൂർണ്ണമായിട്ട് മലയാളം അറിയാൻ പറ്റില്ല, ഇവർ പറയുന്നത് എന്താണെന്നൊക്കെ പുള്ളി മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പം പുള്ളി ഒരു ദിവസം അവിടുത്തെ ഏറ്റവും കരപ്രമാണികളായിട്ടുള്ള ആൾക്കാരെ അവൻ കയറി കറക്റ്റ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു, കന്നഡല്ല കഷ്ടിച്ച് മലയാളം വാക്കുകളൊക്കെ ചേർത്തിട്ട്, ഇത് ദേവർ കഴിച്ച സാധനമാണ്, അതിൻ്റെ ബാക്കിയാണ് നമുക്ക് കഴിക്കാൻ തന്നിരിക്കുന്നത്. ദേവർ കഴിച്ചൊരു സാധനത്തിൻ്റെ മുകളിൽ കമൻറ്റ് പറയാൻ നമ്മൾ ആളല്ല. ഭഗവാൻ കഴിച്ച സാധനത്തിൻ്റെ ആണ് വഴിപാടെന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. ഇതിന് മധുരം പോരെന്നോ മുന്തിരി പോരെന്നോ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ദേവരെക്കാളും വലിയ ആളാണ്. അവൻ പറഞ്ഞാൽ അല്ല, ആലോചിച്ച് നോക്കി, നമ്മളിവിടെ വലിയ അറിയപ്പെടുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇല്ലാത്ത തിരിച്ചറിവ് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു കൊച്ചു. അപ്പം നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരും ഗുരുക്കളാണ്, എത്ര ചെറിയ ആൾക്കാരാണ്. അപ്പോൾ അതാണ് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ്. എത്ര അവരുടെ വലിപ്പ ചെറുപ്പമോ പ്രായമോ അവരുടെ ക്വാളിഫിക്കേഷനോ അവരുടെ സാമ്പത്തിക ശേഷിയോ ജാതിയോ മതമോ ഒന്നുമല്ല. നമുക്ക് ലെസൺസ്, ജീവിതത്തിലെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരും ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊന്നും ഇല്ലാത്തത്. ആ ഒരു കൾച്ചർ, നമ്മളെ ഏത് ജാതിയോ മതമോ പ്രായമോ സാധനങ്ങളോ ഒന്നുമല്ല, നമുക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ആരെയും ഗുരുസ്ഥാനത്ത് കാണുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു സാധനം. അപ്പോൾ അതിനൊക്കെ പെർഫെക്റ്റായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ട്രെയിനിങ് സെഷൻ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ 9 സ്റ്റെപ്പ്, 9 സ്റ്റെപ്പാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതെത്ര എഫക്റ്റീവായിട്ടും കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഗ്രീൻ പ്ലാന്റ് മാത്രമല്ല, ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നതിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഒന്ന് വായിക്കാം എല്ലാവർക്കും. എക്സ്ട്രീം ക്ലാരിറ്റി. സമയം സ്പീഡിൽ എഴുതാൻ നോക്കുക. എക്സ്ട്രീം ക്ലാരിറ്റി, അതായത് നമ്മൾ എക്സ്ട്രീം ക്ലാരിറ്റി ഉണ്ടാവണം. ഏത് കാര്യത്തിനും ക്ലാരിറ്റി വ്യക്തമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എന്താണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇത് തന്നെയാണോ വേണ്ടത്, ഇത് തന്നെയാണ് നമ്മൾ പറയുന്നില്ല, ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിനകത്തോട് കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് തന്നെയാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്നറിയില്ല. വെച്ചോ, അത് നോക്കിയിട്ട് അതും തിരിക്കണം. അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം.
ഓഫായോ? വിട്ടുപോകും. മതി സൈസ് ചെറു കുട്ടിയെ നന്നായിരുന്നു. ലെറ്റർ നമ്മൾ അതല്ല അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യോ? നമ്മൾ സ്ലൈഡ് ചെയ്തപ്പം സൈസ് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം ക്ലാരിറ്റി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്യുന്നതിനകത്ത് വ്യക്തത ഉണ്ടാവണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ പോകുന്ന റൈറ്റ് ഡയറക്ഷനിലാണോ, ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്, അത് നമുക്ക് വ്യക്തത ഉണ്ടാവുക. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മളെ വാല്യൂ സിസ്റ്റമായിട്ട് മാച്ച് ചെയ്യുന്നെങ്കിൽ ചെയ്യുക, വേറെ ബിസിനസ്സുകളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇവിടെ ആർക്കും നമ്മളാരും ഒന്നും ആദ്യം മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടോട്ടൽ ഫ്രീഡമാണ്, ഒന്നും അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൂടെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം, നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കൊണ്ട് ചെയ്തോ, ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്, ക്രിസ്റ്റൽ ക്ലിയർ ഗോൾസ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഗോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പം 2 മാസം മുമ്പ് കണ്ട ഞാനാണോ ഇന്ന് ഞാൻ വേറെ ഞാനാണ്. അതിന് വയറെന്ന് പറഞ്ഞില്ല, കണ്ടോ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു. രാജേഷ് എന്നാ പറഞ്ഞ് തിരിച്ചു പറഞ്ഞിട്ട് പോയത് എന്താ പറഞ്ഞേ, ജസ്റ്റ് പറഞ്ഞേ തള്ളായിരിക്കും അത്. നമ്മൾ നേരത്തെ കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കോൺഫിഡൻസിലാണ് പറയുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ ഗോൾ സെറ്റ് ചെയ്താൽ നടക്കും. ഗോൾ സെറ്റ് ചെയ്തില്ല നടക്കില്ല. 3 months 90 ദിവസം കൊണ്ട് ഞാനിതെടുത്ത് കളയുന്ന ഞാൻ ഗോൾ സെറ്റ് ചെയ്തതാണ്. നോക്കൂ എന്ന് മാത്രമേ, എൻ്റെ ബെൽറ്റൊന്നും ഇപ്പോൾ പാകില്ല, ഇറങ്ങിപ്പോയി, ഞാൻ വലിച്ചിട്ടുണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് കാര്യം അത്രയേ ഉള്ളൂ, ഡിസിഷൻ എടുത്ത് ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മാക്സിമം ശ്രമിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. ഗോൾ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്താൽ എഴുതിയിടുക, വർക്ക് ചെയ്യുക. ഇതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനും വെയിറ്റ് ലോസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ നമ്മൾ പ്ലാൻ ഉണ്ടാവണം. അത് എന്താണ് റിസൾട്ട് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇത് കൃത്യമായിരിക്കണം. ഏത് കാര്യത്തിനും അതായത് കറക്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ പ്ലാൻ ഉണ്ടാവണം. അത് എഴുതിയിട്ടിട്ടുണ്ടാവണം. എന്താണ് നമ്മൾ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്. ലേൺ ഫ്രം ഫെയിലിയറിൽ നിന്ന് ലേൺ ചെയ്യുക. ഫെയിലിയർ ഉണ്ടാവും. അതായത് ഒരു ഫെയിലിയറും ചില ആൾക്കാർ പറഞ്ഞത് സ്ട്രെസ് ഇല്ലാത്തവരാരുമില്ല. സ്ട്രെസ് ഇല്ലാതിരിക്കണമെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ട്രെസ് ഇല്ലാതെ ഒരിക്കലും നമ്മൾ ശ്വാസം പുറത്തേക്ക് വരുന്നിടത്തോളം കാലം സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് ഇല്ലാത്ത ഒരാളെ ഒരു പാർട്ടിയെ കാണുള്ളൂ, മൂക്കി പഞ്ഞി വെച്ച് കിടക്കുന്ന പാർട്ടി മാത്രം. ഒരാളുടെ മരണാനന്തര ചടങ്ങിന് പോവുകയാണെങ്കിൽ അവിടെ പെട്ടി കിടക്കുന്ന പാർട്ടി മാത്രമേ സ്ട്രെസ് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിലാണ് കാര്യം. അല്ല ആരും ഇവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ ആളും സ്ട്രെസ് ഇല്ലാതല്ല ജീവിക്കുന്നത്. അവർക്കത് മാനേജ് ചെയ്യാൻ അറിയാം, മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, മാനേജ് ചെയ്യാൻ മെക്കാനിസംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവർ തന്നെ സ്വയം. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫെയിലിയറിൽ നിന്ന് പാഠം പഠിക്കുക. ഫെയിലിയേഴ്സ് ഉണ്ടാവും, എന്തിനും ഫെയിലിയർ ഇല്ലാത്തൊന്നുമില്ല. ഫെയിലിയറിൽ നിന്ന് പാഠം പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ ഫെയിലിയർ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിജയം. അതായത് ഒരു ECG ഗ്രാഫിൽ നമ്മൾ താഴോട്ട് പോകുന്ന പോലെ പോകുമ്പോൾ ഏറ്റവും താഴോട്ട് പോകുന്ന ഒരാൾക്കാണ് മുകളിലേക്ക് ഏറ്റവും കൂടുതൽ പൊങ്ങാനുള്ള പോസിബിലിറ്റി. എന്തുമാത്രം ഒരാൾ ജീവിതത്തിൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ അത്രമാത്രം തിരിച്ചും പൊങ്ങാനുള്ള, ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി അവർക്കാണ് കൂടുതൽ. ഒന്നും ഒരു ഫെയിലിയർ ഉണ്ടാകാത്തവർക്കല്ല. ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെയർ ടു ഫെയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ആൻ്റണി റോബിൻസിൻ്റെ ബുക്കാണ്. ഒക്കെ വിസ്ഡമാണ്. അതിനകത്തൊക്കെ വലിയ കമ്പനികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. വലിയ കമ്പനികളുടെ CEO-മാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബുക്കാണ്. അതിനകത്ത് ഓരോ CEO-യുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാൾ പറഞ്ഞിരിക്കുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നത് എൻ്റെ മോൻ 30s-ലാണ്, 30-കളിലാണ്. ഇതുവരെ ജീവിതത്തിൽ അവൻ ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതാണ് എന്നെ പുള്ളി ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാരെന്നാ പറയുന്നത്, എൻ്റെ മകൻ അവനൊന്നും പറയണ്ട, അവൻ പോയത് എല്ലാം പരാജയമായിപ്പോയി, നല്ല ഭയങ്കര മെടുക്കൻ, അവൻ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പരാജയം. അപ്പോൾ മറ്റവരൊക്കെ പറയുന്നത് നേരെ തിരിച്ചാണ്. അവർ പറയുന്നത് 30-കളിലാണ് അവൻ ഇതുവരെ പരാജയം സംഭവിച്ചിട്ടില്ല, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അവൻ മിസറബിളി ഫെയിലാകുന്ന എനിക്ക് കാണണം ഞാൻ മരിക്കുന്നതിന് മുമ്പ്. ഇതാണ് ഇവരുള്ള ദീർഘവീക്ഷണമുള്ളവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടെഡ് എന്ന് പറഞ്ഞാൽ ടെഡ് ടോക്ക് നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ടെഡ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ എൻ്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അവരുടെ ഇന്നാൾ ലേമറിഡിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ സ്പീക്കർ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചിട്ട് ഇൻട്രാക്റ്റീവ് സെഷനിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനുള്ള അവസരമെന്ന് പറഞ്ഞപ്പം ഒരാൾ ചോദിച്ചത്, നിങ്ങൾ ഏത് തരത്തിലുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ബിസിനസ്സുകാരായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു. മിനിമം 3 times ഫെയിലായവർ, 3 പ്രാവശ്യം ഫെയിലായവരെ നമ്മളെടുക്കും, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ആയി, ഇരുത്തം വന്നു, മച്ചുവറായി, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു.
ഇതാണ് ആ ലെവലിലുള്ളവർ പറയുന്നത്. വേറെ സാധനമാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരും പറ്റുന്ന എന്താണ്, നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആൾക്കാർ നമ്മൾ മിഡിൽ ക്ലാസ് ആയി പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടുന്നു ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുടെ കൂടെയാണ് കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത്. അവർ മുകളിലേക്കും കണ്ടിട്ടില്ല, താഴെയും കാണുന്നില്ല. മച്യൂരിറ്റി ഉണ്ടാകുന്നത് നമ്മൾ മുകളിലേക്കും താഴോട്ടും ഉള്ള ഈ റേഞ്ചിൽ, എല്ലാ റേഞ്ചും നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് മച്യൂരിറ്റി ഉണ്ടാകുന്നത്. റിയൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനം ഉള്ളവരെയും കണ്ടിട്ടില്ല, അവരെ അടുത്തിടപെട്ടിട്ടില്ല, ഏറ്റവും താഴെയുള്ളവരെയും കണ്ടിട്ടില്ല. ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാവുള്ളൂ. ഒരു ക്യാൻസർ വാർഡുകളിലൊക്കെ ഞാൻ പറയുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം പോകണം, ഒരു ദിവസത്തിൽ മാറ്റി വെക്കണം. അപ്പം മനസ്സിലാകും നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താണ്. നമ്മൾ കൂടുതൽ നന്ദി പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുന്ന അങ്ങനെയാണ്. വേറെ നേരെ തിരിച്ച് ശരിക്കുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട്. അവരുടെ ലൈഫ് തന്നെ വേറെയാണ്. ആ ഒരു ലെവലുള്ളവരെയും കാണണം. ഇത് കണ്ടാലേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്ത് ജോമിൻ ഓക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെയിലിയറിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. എക്സ്ട്രീം ക്ലാരിറ്റി ഉണ്ടാവുക. അടുത്തത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും സാധാരണ ചെയ്യുന്നത് തിരിച്ചാണ്. അതായത് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നു. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വർക്ക് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. എന്താണ് ലാസ്റ്റ് നമുക്ക് അൾട്ടിമേറ്റ് വേണ്ടത്, അവിടുന്ന് പുറകോട്ട് വർക്ക് ചെയ്യുക. എന്താണ് നമുക്ക് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക, അവിടുന്ന് പുറകോട്ട് വർക്ക് ചെയ്യുന്ന പാറ്റേണാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഏതിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലാസ്റ്റ് ഫൈനൽ ക്ലൈമാക്സ് എന്താണെന്നുള്ളവർ ആദ്യം തീരുമാനിക്കുക. ആ ക്ലൈമാക്സിൽ നിന്ന് പുറകോട്ട് വർക്ക് ചെയ്യുക. നമ്മളെല്ലാം കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് തിരിച്ചാണ്. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുന്നു, മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാർട്ട് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. നോ ദാറ്റ് 100% പോസിബിൾ ആണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 100% പോസിബിൾ ആണ്, നമുക്കും നമ്മുടെ ജീവിതത്തിലും പോസിബിൾ ആണെന്ന് ആദ്യം വിശ്വാസം ഉണ്ടാവുക, അത് അറിഞ്ഞിരിക്കുക. വർക്ക് ബാക്ക്വേർഡ് ഫ്രം യുവർ ഗോൾസ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് യു ഹാവ് ടു സോൾവ്. പുറകോട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ, മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് എക്സിക്യൂട്ട് യുവർ സൊല്യൂഷൻ ആൻഡ് മേക്ക് 0 എക്സ്ക്യൂസസ് ഇഫ് ഇറ്റ് ഈസ് ഹാർഡ് ഓൾസോ. അതായത് നമ്മൾ എക്സ്ക്യൂസ് യുവർ സൊല്യൂഷൻ, ആ സൊല്യൂഷന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുക. അല്ല, ആ സൊല്യൂഷനെ നമുക്ക് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. കൂടാതെ ഒരു തരത്തിലും എത്ര ടഫാണേലും അതിൽ നിന്ന് മാറാതെ നിൽക്കുക. ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്തും ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് മാറാതെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ചൈനയൊക്കെ റഷ്യയുടെയും അമേരിക്കയുടെയും വിമാനമൊക്കെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് മുഖേന ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് വായിക്കാം. അവിടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല, പൂർണ്ണമായിട്ട് ക്ലിയർ ആയില്ല. പ്ലെയിനൊക്കെ ഫൈറ്റർ പ്ലെയിനൊക്കെ അമേരിക്കയുടെ റഷ്യയുടെയും റിവേഴ്സ് എഞ്ചിനീയറിംഗ് മുഖേന ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അവരതുപോലെ. ഒരു പക്ഷേ ഇതായിരിക്കാം, അവർ ഫൈനൽ എന്താണോ അവരുടെ ആവശ്യം ആദ്യം തീരുമാനിക്കുന്നു, അതിനനുസരിച്ച് പുറകോട്ട് വർക്ക് ചെയ്ത് സാധനം ഉണ്ടാക്കുന്നതായിരിക്കാം അതിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കേട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ഫൈനൽ എന്താണോ വേണ്ടത് അത് നടന്നു. ഇപ്പോൾ ഒരു കല്യാണം, ഇപ്പോൾ സാറ് തന്നെ മോൻ്റെ കല്യാണം നടത്താൻ പോകും. മോൻ്റെ കല്യാണം ഇത്രാം തീയതി ഇന്നടത്ത് വെച്ച് ഇന്ന പോലെ നടത്താൻ ആദ്യം തീരുമാനിച്ചിട്ട് അതിന് വേണ്ടത് എന്താണോ അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാറിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല. സാധാരണ ആൾക്കാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ആകുന്നത്, എന്താണ് ഫൈനൽ ക്ലൈമാക്സ് എന്ന് ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ചെയ്യാനുള്ളത് ആദ്യം തീരുമാനിച്ച് അതെങ്ങനെയാണ് കല്യാണം നടത്തണം, എവിടെ വെച്ചാണ് ചെയ്യേണ്ടത്, എത്ര പേര് വരണം, ഇതെല്ലാം നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ട് അതിന് പിക്ചർ നമുക്ക് നമ്മുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്, അത് വെച്ച് പുറകോട്ട് വർക്ക് ചെയ്യുകയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഫൈനൽ ഇവിടെയാണ് എത്തിക്കേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഏത് കാര്യത്തിനും ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയല്ല പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ്, സെറ്റ് എ ഡെഡ് ലൈൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഡെഡ് ലൈൻ ഇല്ലാതെ 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 14-ാം തീയതി അങ്ങനെ ഒരു ഡേറ്റ് വന്നില്ലായിരുന്നു, ഇവിടെ എത്ര പേര് പാസ്സാകുമായിരുന്നു? ഞാൻ പാസ്സാകുമല്ലായിരുന്നു. മിക്കവാറും പഠിക്കുന്ന അവസാന ദിവസങ്ങളാണ്, ലാസ്റ്റ് ഒരു മാസമാണ് പഠിക്കുന്നത്. അങ്ങനെ ഡേറ്റ് വന്നപ്പം പോലാണ് ഈ പരിപാടി നടക്കുള്ളൂ, അല്ലേ നടക്കില്ല. 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകണം എന്ന് മാത്രമാണ് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ
പല ആൾക്കാർ എത്ര പേര് പാസ്സാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇത്രാം തീയതി പരീക്ഷയാണ്, പാസ്സാകണം, അല്ലെ കൂടെ ഉള്ളവനെല്ലാം പാസ്സാവും, നമ്മൾ മാത്രം കിടക്കുന്നു വരുമ്പോഴാണ് പലപ്പോഴും ശ്രമിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ഇതുപോലെ തന്നെയാണല്ലോ ഡെഡ് ലൈൻ വരുമ്പോൾ നമുക്ക് അവിടെ മുതലേ പ്രഷർ വരുള്ളൂ, അല്ലെ? പ്രഷർ വരില്ല. ചില ആൾക്കാർ ചോദിക്കും ഈ മാസം തന്നെ ആവണമെന്ന് ചോദിക്കുമ്പോൾ അതിനാ ഈ മാസം തീർന്നു പോകുന്നു. അതായത് ഈ മാസം തന്നെ ഇന്നൊരു ലെവൽ അച്ചീവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ മാസം 30% അച്ചീവ് ചെയ്യണമെന്ന് ചിലപ്പോൾ നിങ്ങളോട് വല്ലവരും പറയുകയാണെങ്കിൽ അതിനാ ഈ മാസം കൊണ്ട് എന്നോടൊരു പാർട്ടി ചോദിച്ചിട്ടുള്ളൂ, അതിനാ ഈ മാസം കൊണ്ട് തീർന്നു പോകുന്നു, അടുത്ത മാസം ആയാലും പോരെന്ന്. അല്ല മതി, എപ്പം വേണമെങ്കിലും അടുത്ത മാസമല്ല അടുത്ത കൊല്ലമായാലും മതി, ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. ജീവിതത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കൂടുതൽ ആൾക്കാരും നമ്മൾ വർക്ക് ചെയ്ത് ശീലിച്ചിരിക്കുന്നത് വേറെ ആരെങ്കിലും തരുന്ന ടാർഗറ്റ് വർക്ക് ചെയ്താണ് നമ്മൾ ശീലിച്ച് പോയിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജീവിതം അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനം. എന്തും നമുക്ക് അവിടുന്ന് പഠിപ്പിച്ച് ഇവിടുന്ന് പഠിക്കും, വേറെ ഒന്നും പഠിക്കില്ല. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞെന്ന് ചെയ്യും, പിന്നെ അവിടെ നിൽക്കും, പാവം നിൽക്കുന്നവർ. ഇവിടുന്ന് അങ്ങനെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ പോകാൻ പറഞ്ഞു, അവിടെ വരെ ചെന്ന് അടുത്ത വഴി പറഞ്ഞിട്ടില്ലേ അവിടെ നിൽക്കും. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് നമ്മൾ ആണ്. ഡോറ് അന്വേഷിച്ച് ഇറങ്ങി പുറത്തിറങ്ങുന്നത് നമ്മുടെ ആവശ്യം ആണ്. അത് മനസ്സിലാക്കിയ ഡോർ എവിടെയാണെന്ന് അന്വേഷിക്കാവുന്ന പരിപാടി ചെയ്യാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. അവിടെ സ്റ്റെപ്പ് വരും, താഴോട്ട് ഇറങ്ങിയിട്ട് അതിലങ്ങ് ഇറങ്ങിയാൽ മതി. ഇത്രയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും അവിടെ പോയി നിൽക്കുന്നുണ്ട്. ആ താഴെ ഇറങ്ങി ആ സ്റ്റെപ്പിൻ്റെ താഴെ നിൽക്കും. പിന്നെയുള്ള സാധനം ഡയറക്ഷൻ കിട്ടിയാലേ ചെയ്യുള്ളൂ. അത് നമ്മൾ പാവ വർക്ക് ചെയ്യുന്ന പോലെയാണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ഓഫ് ഡേറ്റ് തീരുമാനിച്ച് ഒരു സ്പെസിഫിക് ഡേറ്റ് ഓരോ ഗോളിനും ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങളോട് നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളില്ലാത്തവരാരുമില്ല, അല്ലേ? പൈസയ്ക്ക് ആവശ്യമില്ലാത്തവരാരുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള 100 കാര്യങ്ങൾ പേപ്പറിലൊന്ന് എഴുതാൻ പറഞ്ഞാലേ അന്നേരം മനസ്സിലാവും, എഴുതാനുണ്ടാവില്ല. കാരണം എന്താ? നമുക്ക് ഒത്തിരി പൈസ വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനാണ് പൈസ എന്നുള്ളതിന് ക്ലാരിറ്റി എത്ര പേരുണ്ട്? എഴുതിയാൽ കൂടുതൽ ആൾക്കാർ, ഞാൻ പലതും നോക്കിയിട്ടുണ്ട്, കൂടുതൽ ആൾക്കാർക്കും എഴുതിയാൽ ഒരു 8 10 എന്താ ചെറുതും വലുതുമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നൊരു പേപ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് എഴുതി നോക്കും. പല ആൾക്കാരും ഒരു 5-8 കഴിയുമ്പോൾ നിൽക്കും. കാരണം എന്താണ്? നമ്മളത് കൂടുതൽ ചിന്തിച്ചിട്ട് പോലുമില്ല. നമുക്കൊത്തിരി ആഗ്രഹമുണ്ട്, നമുക്കത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതൊരു 4-5 കഴിയുമ്പോൾ അവിടെ നിൽക്കും. ചെറുതും വലുതായിട്ട് 100 നിങ്ങൾ വീട്ടിൽ പോയി ഇപ്പോൾ എഴുതണ്ട, നമുക്ക് സമയം പോകും. നിങ്ങൾ വീട്ടിൽ പോയി ആദ്യം ഒന്ന് എഴുതുക, എന്താണ് നമുക്ക് വേണ്ടത്. മൈൻഡാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ശരീരമല്ല വർക്ക് ചെയ്യേണ്ടത്, മൈൻഡാണ് വർക്ക് ചെയ്യേണ്ടത്. മൈൻഡാണ് എല്ലാം നമുക്ക് നേടിത്തരുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡിനെ കോച്ച് ചെയ്യാൻ നമ്മൾ പഠിക്കണം. മൈൻഡിനെ കോച്ച് ചെയ്യുന്നവരാണ് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുകയുള്ളൂ. മനസ്സിനെ കൊണ്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്താൽ പുള്ളിയും ബാക്കിയുള്ള പരിപാടികൾ പുള്ളി ചെയ്യും. ഇതാണ് ലോകത്തിൽ അത്ഭുതം. നമ്മൾ ലോകത്തിൽ അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ളവരാരും അമാനുഷിക ശക്തിയുള്ളവരൊന്നുമല്ല. വളരെ നമ്മളെപ്പോലെ തന്നെ വളരെ സാധാരണ ആൾക്കാരാണ്, വളരെ സാധാരണ. അതിൻ്റെ ഏറ്റവും വലിയ സിമ്പിൾ ഉദാഹരണമാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരാണ് ആദ്യം കയറിയത്? ടെൻസിങ് ഒക്കെ എവറസ്റ്റ് കൊടുമുടി കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് ആരും തന്നെ കയറിയിട്ടില്ലല്ലോ, ഇല്ല. അത് കഴിഞ്ഞ് എന്തുമാത്രം പേര് കയറിയെന്നറിയോ? ഇഷ്ടം പോലെ ആൾക്കാർ കയറി. റീസൺ എന്താ? പുള്ളി ചെയ്തതല്ലേ, ആ പുള്ളി പോയതല്ലേ? മൂവാറ്റുപുഴയിൽ നിന്ന് വന്നാണോ? ഇഷ്ടം പോലെ ആൾക്കാർ അതിന് ശേഷം കയറാൻ റീസൺ എന്താ? അവരുടെ മനസ്സിൽ അവർക്ക് വിശ്വസിച്ചത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറെ ആൾക്കാർ കയറിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അതുവരെ ഒരാൾക്കും കയറാൻ പറ്റിയിരുന്നില്ല, ഇത്രയേ ഉള്ളൂ ഏത് കാര്യവും. അപ്പോൾ ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ ഇന്നിവിടെ അച്ചീവ് ചെയ്ത് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പോസിബിളാണ്. അടുത്ത ഒരാളിപ്പം നമ്മൾ കോറൽ ക്വാളിഫൈ ചെയ്ത ആൾക്ക് ഇത് പോസിബിളാണ്. ആദ്യം വിശ്വസിച്ചിട്ട് വർക്ക് ചെയ്യുക. അത് പോസിബിളായിട്ടുള്ള കാര്യമാണ്, പോസിബിൾ അല്ലാത്ത കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, ഡെഡ് ലൈൻ വെക്കുക. അതിനകത്ത് ഒരു എക്സ്ക്യൂസും വെക്കാതിരിക്കുക. ഒരു കാര്യം തീരുമാനിച്ചാൽ ഡെഡ് ലൈൻ വെക്കുക, അതിന് എക്സ്ക്യൂസ് പിന്നെ ഉണ്ടാവരുത്. ഇതെല്ലാം മൈൻഡിൻ്റെ ഗെയിമാണ്. നമുക്ക് വേറെ ജോലി ഉണ്ടാവാം, വേറെ ബിസിനസ് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടായാലും നടക്കും. ഇതിനകത്ത് നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടന്നോളൂ. പല ആൾക്കാരും അയ്യോ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ തിരക്ക് കാരണം, ഇതൊക്കെ ലോജിക്കലായിട്ടുള്ള ബ്രെയിനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും പറയില്ലേ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. പുള്ളി സിംഹമാണ്, മറ്റേത് പട്ടിയാണ്. പട്ടിയുടെ പവർ അല്ല സിംഹത്തിൻ്റെ പവർ. സിംഹം എന്ന് പറയുന്ന സാധനത്തിന് ഉണർത്താൻ പറ്റിയാൽ എന്തും പോസിബിളാണ്. പുള്ളിയാണ് നടത്തി തരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, പല ആൾക്കാരും പറഞ്ഞു കേട്ടിരിക്കുന്നത് തന്നെ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണം ദിവസം. 8 മണിക്കൂർ ഉറങ്ങാത്ത ആൾക്കാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എത്രയോ ആൾക്കാർ ഇപ്പോൾ ഒരു കല്യാണം നടത്തുന്ന സമയത്ത്, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കാതെ ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ ഇനിയുള്ള സമയങ്ങൾ 8 മണിക്കൂർ കിടന്നുറങ്ങാൻ പറ്റുമോ സാറേ? എന്നിട്ട് ആരെങ്കിലും മരിച്ചു പോകുന്നുണ്ടോ ഇവിടെ?
നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉറങ്ങാതിരിക്കുന്നത്? ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 2 മണിക്കൂറാണ് ഉറങ്ങിയിരിക്കുന്നത്. നരേന്ദ്രമോദി 2 മണിക്കൂർ പോലും ഉറങ്ങുന്നുണ്ടെന്ന് സംശയമാണ്. ഇവരൊക്കെ മനുഷ്യൻ്റെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ അവർ ഗ്രേറ്റ് പർപ്പസിന് വേണ്ടി അത്രയും എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതൊന്നും സാധനമില്ല. ഈ സാഹചര്യങ്ങൾ തന്നെ മാറും. നോർമൽ ആൾക്കാർ നമ്മളിവിടെ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യും. 10 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട് പലരും. 8 മണിക്കൂർ നമ്മളോട് ഉറങ്ങാൻ പറഞ്ഞിട്ടുള്ളൂ, അത് 10 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ലോകം മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ 2 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. അവരാരും ഇതുവരെ മരിച്ചു പോയിട്ടില്ല. നമ്മൾ നമ്മുടെ കണ്ണുമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ കൊല്ലങ്ങളായിട്ട് ആൾക്കാർ ജീവിക്കുന്നു. നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? അതിനു മുമ്പ് പുള്ളി മുഖ്യമന്ത്രിയായിരുന്നു ഒരു സ്റ്റേറ്റിൻ്റെ. ഏതാണ്ടൊരു ചീഫ് മിനിസ്റ്റർ പദവി കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ പദവിയും കൂടെ എല്ലാം കൂടെ കൂട്ടിയ ഒരു 25 വർഷത്തിനടുത്ത് പുള്ളി നിൽക്കുന്നുണ്ട്. ഒരു പുള്ളി 8 മണിക്കൂർ ഉറങ്ങാതെ അതൊരു 25 കൊല്ലമായിട്ട് മരിക്കാതെ ഒരാൾ നമ്മുടെ മുമ്പിൽ നമ്മൾ നേരെ കാണാൻ പറ്റും. അതുകൊണ്ട് മരിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ ഇതൊക്കെ നോർമൽ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പാറ്റേണാണ്. 8 മണിക്കൂർ ഉറക്കണം. കാരണം നമ്മൾ വേറൊരു തലത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ്. ഒരു തലത്തിൻ്റെ മുകളിലേക്കുള്ളവർക്ക് ഇതൊന്നും പ്രശ്നങ്ങളേ അല്ല. അപ്പോൾ അത് നമ്മൾ അത്രമാത്രം ഒരു വലിയൊരു പർപ്പസിന് വേണ്ടി ആണ് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. ഇതൊക്കെ തന്നെ വഴിമാറുമെന്നർത്ഥം. നമ്മുടെ നോർമൽ കണക്കൂട്ടലും ഈ കാൽക്കുലേഷനും ഇത്ര കിലോ തൂക്കം, ഇത്ര കിലോ വെള്ളം, ഇത്ര കിലോ വെയിറ്റ് എന്നൊക്കെ പറയുന്നത് നോർമൽ ആൾക്കാർക്കുള്ളതാണ്. ഒരു വലിയ പർപ്പസിലേക്ക് മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, വലിയൊരു ഗോൾ സെറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ലെന്നർത്ഥം. അടുത്ത് നമ്മളൊരു ബിൽഡ് യുവർ ഐഡൻറ്റിറ്റി അറൗണ്ട് ബീയിങ് എ നോൺ കോംപ്രമൈസിങ് പ്രോബ്ലം സോൾവർ ഹൂ നെവർ അപ്പ്. അതായത് എപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ് സൈഡിലായിരിക്കണം നിൽക്കേണ്ടത്. പലപ്പോഴും കൂടുതൽ ആൾക്കാരെ കാണുന്നത് പ്രോബ്ലം ക്രിയേറ്റർ സൈഡിലാണ്. പ്രോബ്ലം സോൾവർ ആവണം. ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഒരു കമ്പനിയിൽ നോക്കുക, ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. ഏറ്റവും കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാൻ മേലാത്തവരാണ് സെക്യൂരിറ്റിയും ഒക്കെ ആയിട്ട് ആ ലോവർ ലെവലിൽ. അവർ മോശമെന്നല്ല പറയുന്നത്, അവർക്ക് ലോവർ ലെവൽ സാധനങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരെപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുന്നവരും ആയിരിക്കും. ഏറ്റവും കുറച്ച് പ്രോബ്ലം അവർ സോൾവ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരാണ് കമ്പനിയുടെ സീനിയർ മാനേജർ ലെവലിലേക്ക് വരുന്നത്. പ്രോബ്ലംസ് എല്ലാ ലെവലിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരാണ് വളരുള്ളൂ. ഇപ്പോൾ എവിടെയും പ്രോബ്ലംസ് ഉണ്ടാകും. പ്രോബ്ലം ഇല്ലാതെ എന്തിനാണുള്ളത്? പ്രോബ്ലം ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്യുന്ന സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ വളരുള്ളൂ. അപ്പം അത് ഒരു കാരണവശാലും നെവർ ഗീവ് അപ്പ്. ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഒന്നിനോടും ഉണ്ടാവരുത്. നമ്മൾ ചെയ്യുന്ന ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യുക. ആ ഫോക്കസിൽ നിന്ന് മാറാതിരിക്കുക. ഇതിനിടയ്ക്ക് വരുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ആദ്യം എത്ര പേർക്ക് ഇവിടെ ഉണ്ട് ഒരു ടു ഡു ലിസ്റ്റ്? ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. എത്ര പേര് ഇന്ന് ചെയ്ത് തീർക്കേണ്ട സാധനം പേപ്പറിൽ എഴുതിയവരുണ്ട്? ഒന്ന് കൈവയ്ക്കും. ഇന്നിപ്പം ട്രെയിനിങ് ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഇന്ന് ട്രെയിനിങ് ആണ്. വളരെ ഒരു കൈയടി കൊടുക്കാം. ഒരാൾ കൈവക്കി. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത് തീർക്കേണ്ട സാധനം എഴുതി വെക്കുന്ന പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ഹാഫ് ഡണ്ണാണ്. എനിക്കറിയാവുന്ന പല ആൾക്കാരും, അല്ലാതെ ഞാൻ പറയുന്നത് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചവരൊന്നും നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാളും ചെറിയ മനുഷ്യരാണ്. അവരാരും എക്സ്ട്രാ ഓർഡിനറി കഴിവുകൾ കൊണ്ടാണ് സാധിച്ചെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ചെറിയ മനുഷ്യർ ചെറിയ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാരും വിചാരിക്കരുത്. ഇവിടെ നമ്മൾ കാണുന്നു കേൾക്കുന്നു കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരും ഇവർക്കാണ് ഭയങ്കര കഴിവുള്ള ആൾക്കാരാണെന്ന്. കഴിവുകൊണ്ടല്ല, ഇവർ ചെറിയ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്തതുകൊണ്ടാണ്. ചെറിയ കാര്യങ്ങൾ അവരും ചെയ്തിട്ടുള്ളൂ. കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു ലിസ്റ്റ്, ഒരു ഡെയിലി ചെയ്ത് തീർക്കേണ്ട ടാസ്കുകളൊന്ന് എഴുതി വെക്കുക. വൈകുന്നേരം ടിക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ ശീലിക്കുക. ഇതാർക്കാ ചെയ്യാൻ മേലാത്തത്? പക്ഷേ നമ്മൾ മിഡിൽ ക്ലാസ് ആകുന്നതിൻ്റെ കാര്യം 10 കാര്യം എഴുതി നമ്മൾ 5 എണ്ണം ചെയ്യുള്ളൂ. 5 എണ്ണം ചെയ്തിട്ട് വൈകുന്നേരം നമ്മൾ തന്നെ ഫെയിലിയറായിട്ടാണ് സ്വയം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആൾ പറയും, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു കുന്തം ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആൾ നമ്മളോട് പറയുന്നതാണ്, നീ ഇതൊക്കെ പറയത്തേ ഉള്ളൂ, ഒന്ന് കുന്തം ചെയ്യാൻ പറ്റിയല്ലോ നിന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഉള്ളിലിരിക്കുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉള്ളിലിരിക്കുന്ന ആൾ പറയുന്നത് നടക്കും. ഉള്ളിലിരിക്കുന്ന ആൾ പറയുന്നത് നടക്കുമെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചാൽ മതിയല്ലോ. അത്രേ ഉള്ളൂ. അത് നമ്മൾ നല്ലത് പറയിപ്പിക്കണമെങ്കിൽ നമ്മൾ തീരുമാനിച്ച്, അതായത് വളരെ ചെറിയ കാര്യം, മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും. എഴുതി വെക്കുക, പ്രാക്ടീസ് നടത്തുക, എഴുതി വെക്കുക നടത്തുക. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഒരു 3 ആഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4ാമത്തെ ആഴ്ച നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യം തന്നെ നടക്കും. അടുത്ത വേറൊരു സൈക്കിളിലേക്ക് പെഡൽ ചെയ്ത് കയറും. നമ്മൾ എഴുതാതെ തന്നെ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് പല ആൾക്കാരും ചെയ്യത്തില്ല. സിമ്പിൾ കാര്യമാണ്. ഇതിനകത്ത് ആർക്കാ ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ കാര്യമാണ്, ചെയ്യത്തില്ല. നമ്മൾ ചെയ്താൽ തന്നെ 3 ദിവസം ചെയ്യും, 4ാം ദിവസം ചെയ്യത്തില്ല.
ഇതുകൊണ്ട് മാത്രമാണ് പലരും മിഡിൽ ക്ലാസ് ആകുന്നത്. മിഡിൽ ക്ലാസ് സാമ്പത്തികം കൊണ്ടല്ല ഞാൻ മിഡിൽ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത്. ഒരാളുടെ സ്റ്റാൻഡേർഡ്, ഒരാളെ ഏത് മേഖലയിൽ, നമ്മളിപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്ത് കാണുന്നില്ല, ചിലർ കലാകാരന്മാരാകാം, എന്തെല്ലാം അവരെല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാവരും കാശുണ്ടാക്കുന്നവർ മാത്രമല്ല റെസ്പെക്റ്റ് ചെയ്യുന്നത്, എല്ലാ ആൾക്കാരും ഏത് മേഖല. പക്ഷേ ദൈവം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അവർ സൃഷ്ടിച്ചിട്ടുള്ള, ഒരിക്കലും ഒരു സൃഷ്ടാവ് ഒരു മോശം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇത്രയെല്ലാം ചെയ്യാവുന്ന ഒരു ശക്തിക്ക് ഒരിക്കലും ഒരു മോശം പ്രോഡക്റ്റ് ഉണ്ടാക്കത്തില്ല. ആ ഓരോ ആൾക്കാരും അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ആളായിട്ടാണ് ജനിക്കുന്നത്. അതിനുശേഷം നമ്മളെ പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ടീച്ചർമാരും ഒക്കെ കുറേ ആൾക്കാർ പ്രോഗ്രാം ചെയ്ത് ഇത് നമ്മൾ ഓർഡിനറി ആനങ്ങ് തീരുമാനിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞാനകളെ എവിടെയെങ്കിലും കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചു? വലിയ തൊടലിനാണ് കെട്ടിയിടുന്നത് കുഞ്ഞാനെ. വലിയ ആന ചെറിയ തൊടലിനോ ചിലപ്പം തൊടൽ പോലും ആവശ്യമില്ല, ചുമ്മാ ഒരു പ്ലാസ്റ്റിക് കയർ എടുത്തിട്ട് ഒരു വാഴ കെട്ടിയിട്ടാൽ അവിടെ നിൽക്കും. അല്ലെങ്കിൽ അത്ര ചെറിയ വളരെ ബലം കുറഞ്ഞ വാഴയെന്ന് ഞാൻ എക്സാമ്പിൾ പറയുന്നുള്ളൂ, ഒരു വളരെ ചെറിയ ഒരു ബലമില്ലാത്ത ഒരു മരത്തേൽ കുറ്റിയെ കെട്ടിയാലും നിൽക്കും. കാരണം എന്താണ്? ഈ ആന കണ്ടീഷൻഡായി, എന്നെക്കൊണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റിയാലെന്ന് ആന കണ്ടീഷൻഡായി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ അവൻ ശ്രമിക്കത്തേ ഇല്ല. ഒരു കുഞ്ഞാന ശ്രമിക്കും, കാരണം അവനിത് അറിയാൻ മേല, അവന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും എന്നൊരു വിശ്വസിക്കുന്നതുകൊണ്ട് അവന് കെട്ടിയിട്ടിരിക്കുന്ന കെട്ട് പൊട്ടിക്കാൻ, ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കും. വലിയ ആനകൾ ശ്രമിക്കാറില്ല. വലിയ ആന മതം പൊട്ടുന്ന സമയത്ത് മാത്രമേ അവൻ അബ്നോർമൽ ആകുന്ന സമയത്ത് ശ്രമിക്കാറുണ്ട്. നോർമൽ ആണെങ്കിലും കൂടുതൽ ആനകൾ ശ്രമിക്കാറില്ല. കാരണം അവർ കണ്ടീഷൻഡായി, പാപ്പാന്മാർ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന. ഇതുപോലെ തന്നെ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻ ചെയ്തെടുത്തിരിക്കുന്ന നീയൊക്കെ ഓർഡിനറി സാധാരണക്കാരെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗം കേട്ടിട്ടില്ലേ? ഈ സാധാരണക്കാരനാക്കുന്നതാണ്. ഈ ഒരു കമ്മ്യൂണിറ്റി വേണം, ബാക്കിയുള്ളവർക്ക് മിടുക്കന്മാരിൽ മിടുക്കരാണെങ്കിൽ സാധാരണക്കാരന് ഇങ്ങനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്ന അത്ഭുതം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അത്ഭുതങ്ങളാണ്. ഓരോ ക്രിയേഷനും ഓരോ പ്രത്യേകിച്ച് മനുഷ്യനായിട്ട് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നവരാണ്. ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് അവനെ മനസ്സിലാക്കി പോയാൽ വേറെ പല ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുന്നത് അമാനുഷിക ശക്തിയൊന്നും ഉള്ളവരല്ല, വെറും ഓർഡിനറി ആൾക്കാരാണ്. പലപ്പോഴും എന്തുകൊണ്ടാണ് വലിയ ഇന്നലെ തന്നെ എന്നുള്ള ഒരാൾ പറഞ്ഞതാണ്, ഞാൻ ആ ബ്രാൻഡ് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന ബ്രാൻഡാണ്. ഇവിടെ നമ്മുടെ ഗുരുവായൂർ റൂട്ടിലുള്ളതാണ്, കൊടുങ്ങല്ലൂരിനപ്പുറമുള്ളൊരു ബ്രാൻഡാണ്, വലിയ ബ്രാൻഡാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി ഔട്ട്ലെറ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഓണർമാർ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല, 6ാം ക്ലാസ്സോ രണ്ടേ ഉള്ളൂ. വലിയ അറിയപ്പെടുന്ന ഫുഡിൻ്റെ ബ്രാൻഡാണ് ഇത്. അവർ MBA ഇതുപോലെ ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ സ്റ്റാഫിനെയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ അവർ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു ഡിസ്കഷനാണ്, മീറ്റിങ്ങാണ്, ബോർഡ് മീറ്റിങ്ങാണ്. ആ ബോർഡ് മീറ്റിങ്ങിൽ ഇവരുടെ മാനേജേഴ്സായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, നമുക്കിനി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലൂടെ നമ്മൾ ഉണ്ടാവണം, അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ്, അതും കൂടെ നമുക്ക് ടേക്കപ്പ് ചെയ്യണം എന്നുള്ള അഭിപ്രായം ഇവരുടെ ബോർഡ് മീറ്റിങ്ങിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ഒരാൾ പറയുകയാണ്, അത് സംഭവമൊക്കെ കൊള്ളാം, ഏറ്റവും നല്ല ഡോക്ടർമാരെ വേണം വെക്കാൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോട്ടലും ഇവർ ഫുഡ് ഇൻഡസ്ട്രിയില്ല. അപ്പം ഹോട്ടൽ ഇതുപോലത്തെ ഇൻഡസ്ട്രി, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും കൂടെ നമ്മൾ ഭാഗമാകണം എന്നാണ് ഇവർ മാനേജർമാർ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കമ്പനിയുടെ MDയിൽ ഒരാൾ പറയുവാണ്, സംഭവം നമ്മൾ ചെയ്യുന്നതാണ്, നമുക്കൊരു പേരിപ്പോൾ ഉണ്ട്, അതുകൊണ്ട് ഏറ്റവും നല്ല ഡോക്ടർമാരെ വേണം നമ്മൾ വെക്കാൻ. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ഹോസ്പിറ്റൽ അത് തന്നെയാണ്, ഹോസ്പിറ്റാലിറ്റി എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് പറയുന്നത്. മോശമായിട്ടല്ല പറയുന്നത്, അത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഈ അത്ഭുതങ്ങൾ നടത്തുന്നത്. കാരണം അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ അല്ല ലോകത്തിൽ അത്ഭുതങ്ങൾ നടത്താനായിട്ട് പഠിപ്പിക്കുന്നത്. അവിടെ ആരും അത്ഭുതങ്ങൾ നടത്തിയതല്ല പഠിപ്പിക്കുന്നവരും, അതാദ്യം മനസ്സിലാക്കുക. MBA പഠിപ്പിക്കുന്ന ആൾക്കാർ, മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ പെൻസിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ചെയ്തിട്ടുള്ളവരല്ല. പലപ്പോഴും മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു വലിയ ലെവലിൽ ഒരു ഓണ്ടർപ്രണറായിട്ട് വലിയ ലെവലിൽ വളർന്നു പോയത്, പുസ്തകത്തിൽ പറയുന്ന വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇത് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ, നിങ്ങളിവിടെ നിങ്ങൾക്കെല്ലാം അറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു മാധ്യമത്തിൻ്റെ സീനിയർ MDയുടെ പേഴ്സണൽ സ്റ്റാഫാണ് പുള്ളി. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ MSW ഒക്കെ ആയിരുന്നു പുള്ളി. ഇപ്പോൾ അവിടെ നിന്ന് പോയി. അപ്പോൾ എന്നോടൊരിക്കൽ പറഞ്ഞതാണ്, സംഭവമൊക്കെ ശരിയാണ്, നമുക്ക് നല്ല ജോലി നല്ല സാലറിയൊക്കെ ഉണ്ട്,
പിന്നെ നമ്മുടെ മുതലാളിക്ക് ഇവിടെ പേരെഴുതാൻ പറഞ്ഞാൽ അതിനകത്ത് 2 തെറ്റ് കാണും, 2 അക്ഷരത്തെറ്റ് കാണും. നമ്മുടെ മുതലാളിയുടെ അവസ്ഥ ഏതാ? ഒരു മെയിൽ അയക്കാൻ അറിയാൻ മേല, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാൻ മേല, ഒരു പേരെഴുതാൻ പറഞ്ഞാൽ പുള്ളി തമാശയായിട്ട് ഒരു ഇത് കൂട്ടി പറഞ്ഞാണ്, പേരെഴുതാൻ പറഞ്ഞാൽ മിക്കവാറും അതിനകത്ത് 2 സ്പെല്ലിങ് തെറ്റായിരിക്കുന്നു. പുള്ളി എന്നോട് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അതുപോലെയുള്ളവൻ്റെ അടുത്ത് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയാണ് അതിനേക്കാളും പരിതാപകരം. മറ്റേ പുള്ളിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ നിങ്ങളെപ്പോലെ തന്നെ 10 പേരെ വേണം ശമ്പളത്തിന് വെക്കാൻ പുള്ളിക്ക് പറ്റും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിട്ടും ആ പുള്ളിയുടെ താഴെയല്ലേ നിങ്ങൾ വരുന്ന ജോലി ചെയ്യാൻ പോകുന്നത്. അതായത് ഈ വിദ്യാഭ്യാസ സാധനമൊന്നും ഉള്ളവരൊന്നും അല്ല അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചെന്നാണ് ഞാൻ എക്സാമ്പിൾ പറയാം. പഠിക്കാൻ പോകേണ്ടതെന്നുള്ളതല്ല ഇതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് അക്കാഡമിക് എഡ്യൂക്കേഷനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് വിചാരിക്കരുത്. അത് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കും, അറിവുണ്ടാക്കുക, ശരിയാണ്. പല ആൾക്കാർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കും അതാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പോലും, ഞാൻ പേര് പറയുന്നില്ല, രാഷ്ട്രീയത്തിൽ പോലും കേരളത്തിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ചാടിയതൊക്കെ അദ്ദേഹം വിചാരിച്ച അവർ വലിയ ഹൈലി ക്വാളിഫൈഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാളും വലിയ പൊസിഷൻ കിട്ടേണ്ടതാണെന്ന് ഓർത്തിട്ടാണ് ഒരു പാർട്ടി കിട്ടിയില്ല, ഉടനെ സീറ്റ് കിട്ടിയില്ല, ഉടനെ അടുത്ത പാർട്ടിയിലേക്കൊക്കെ എടുത്ത് ചാടുന്നത്. ഈ എഡ്യൂക്കേഷൻ സാധനമൊന്നും അല്ല ജനങ്ങൾക്ക് ആവശ്യം. അവിടെ രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിൽ മനുഷ്യൻ്റെ ഹാർട്ട് വിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വേറെ കഴിവ്, അത് സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നില്ല. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി, ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം എന്നുള്ള പറയുന്നുണ്ട്, ആയിട്ട് എടുക്കരുത്, റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റുകൊണ്ട് നടന്ന ആളാണ്. പുള്ളി IAS ഒന്നും പഠിച്ചിട്ടല്ല ഇന്ത്യ ഭരിക്കുന്നത്. ലോകത്തെ ഒരു നേതാവായിട്ട് വളർന്നു വന്നത് ചായ വിറ്റുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ആൾക്കാരുടെ സൈക്കോളജി മനസ്സിലാക്കി കൂടുതൽ ആൾക്കാരുടെ വോട്ട് മേടിച്ചെടുക്കാൻ എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. അതൊരു ബിസിനസ്സായിട്ട് തന്നെ കണ്ടാൽ. അപ്പം ഞാൻ പറഞ്ഞത് ക്വാളിഫിക്കേഷൻ കോളേജിലോ സ്കൂളിലോ ഒന്നും പീപ്പിൾ സ്കില്ലോ ആൾക്കാരുടെ ഹാർട്ട് വിൻ ചെയ്യുന്നതിനെക്കുറിച്ചോ ഇതൊന്നും അല്ല പഠിപ്പിക്കുന്നത്. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ജീവിച്ചിരിക്കുന്നതിനെക്കുറിച്ച് എത്ര പേര്, അതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉണ്ടാവേണ്ടതെന്ന്. കാരണം എപ്പോഴും നമ്മളിവിടെ പല ആൾക്കാരും പറയാറുണ്ട്, ഒരു വെള്ളപ്പൊക്കം വന്നു, ഇന്ത്യയിൽ എത്രയോ പേര് റോഡ് ആക്സിഡൻറ്റ് മരിക്കുന്നു, ഏകദേശം അതിനടുത്ത് തന്നെ ആൾക്കാർ മരിക്കുന്നത് വെള്ളത്തിൽ പോയിട്ടാണ്. വെള്ളത്തിൽ പോയാൽ നീന്താൻ നമ്മളൊരു സ്കൂളിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. ഒരു വെള്ളപ്പൊക്കം വന്നു, ഒരു വെള്ളത്തിൽ പോയി സ്ലിപ്പായ നീന്തൽ എന്ന് പറയുന്നൊരു സാധനം പോലും നമ്മൾ പഠിക്കുന്നില്ല. ഒരു പട്ടി കടിക്കാൻ വന്ന മരത്തെ കയറിക്കാനുള്ള പഠിച്ചില്ല. ഡോക്ടറേറ്റ് നമ്മളുണ്ടാകും, അയ്യോ പുള്ളി PhD ആവട്ടെ, പുള്ളിയെ കടിക്കരുതെന്ന് പട്ടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു മരത്തെ മിനിമം പൊങ്ങി കയറാനെങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരുന്നാൽ ഒരു പട്ടിയുടെ കടിയിൽ നിന്ന് വേണേൽ രക്ഷപ്പെടാൻ പറ്റും. വെള്ളത്തിൽ പോയാൽ നമുക്ക് ഇത് ചെയ്യാനും നമുക്ക് രക്ഷപ്പെടാൻ അറിയാൻ മേല. നമ്മളൊരു റോഡ് സെൻസ്, റോഡിൽ എങ്ങനെ പെരുമാറണം നമുക്കറിയാൻ മേല, ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു പബ്ലിക് ബിഹേവിയർ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. റോഡിലേക്ക് ഇറങ്ങി അവിടെ കാർപ്പിച്ച് തുപ്പുന്നത് റോഡിലേക്കാണ്. നമ്മളെക്കാളും ദരിദ്രമായ രാജ്യങ്ങളിൽ എത്ര നീറ്റായിട്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിലേക്ക് തുപ്പിയിടുക, തീർത്ത് വലിച്ചിട്ട് അങ്ങോട്ട് എറിയുക, പബ്ലിക്കിൽ നിന്ന് പുക വിടുക, അതായത് നമുക്ക് സൗകര്യമുള്ള നമ്മൾ ചെയ്യുന്നുള്ളതാണ്. അതായത് വേറൊരാൾക്ക് എന്താണോ അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നതിന്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? സ്കൂൾ ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പഠിക്കുന്നില്ല. ബാക്കി എന്തൊക്കെയോ പഠിക്കുന്നു. എന്താ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയാണ് മാത്രമായിട്ടൊരു പഠനം നടക്കുന്നത്. അല്ലാതെ മനുഷ്യനാകാൻ വേണ്ടി, ഒരു സമൂഹം റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സണാലിറ്റി ആവാൻ അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് ഒരു കോഴ്സും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നമ്മൾ അതിലേക്കാണ് നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളതും. അപ്പോൾ ഇത് നമ്മളെ ക്രിയേറ്റ് ടു ഡു ലിസ്റ്റ്, ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുക. ബ്രേക്ക് ഡൗൺ യുവർ ഗോൾസ് ആൻഡ് മേക്ക് ആക്ഷണബിൾ സ്റ്റേക്ക്. അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യുക ഗോൾസ്. എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമ്മൾ എഴുതാനുള്ള 3 മാസത്തെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ 3ആയിട്ട് തിരിക്കുക. 3 മാസം. ഈ 3 മാസം കൊണ്ട്, ഇപ്പോൾ ഇവിടെ ഒരാൾ 3 മാസം കൊണ്ട് കോറലാവും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം എന്താണ് ആവേണ്ടത്? ഈ 15 ദിവസം ആവേണ്ടത് എന്താണ്? ഈ ഒരാഴ്ച ആവേണ്ടത് എന്താണ്? ഈ ഒരു ദിവസം ആവേണ്ടത് എന്താണ്? ഇതിനെക്കുറിച്ച് കൃത്യമായി, ഇതാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. 3 മാസം കൊണ്ട് കോറലല്ലേ, 3 മാസം കൊണ്ട് റൂബി ആകണമെങ്കിൽ ആ 3 മാസം കൊണ്ട് ഞാൻ ഇവിടെ അച്ചീവ് ചെയ്യണം. ഓക്കെ, 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ഓരോ മാസം എവിടം വരെ എത്തണം? ഓരോ മാസം എത്തണം 15 ദിവസം കൊണ്ട് എവിടെ എത്തണം? അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച എവിടെ എത്തണം? ഇന്ന് എന്താണ് എത്തേണ്ടത്? ഇതിന് ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് ഇതെത്താൻ സാധിക്കുന്നത്. ഇത് പലപ്പോഴും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഏതൊരാളോടും ചോദിച്ചാൽ 3 മാസം കൊണ്ട് കോറലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചാടി എഴുന്നേക്കും. 3 മാസം ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. 3 മാസം ഉണ്ടല്ലോ, ഇപ്പോൾ തിരക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ലല്ലോ, 3 മാസം ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് എവറിത്തിങ് ഇൻ പ്രയോറിറ്റി ഓർഡർ, ഹൗ ഈസി ഇറ്റ് വിൽ ബി ടു എക്സിക്യൂട്ട്. എങ്ങനെയാണ് പ്രയോറിറ്റി ഓർഡറിൽ? ഇപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതുക, ഒരു ദിവസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എഴുതുക. അത് എഴുതി വെച്ചതിന് ശേഷം പ്രയോറിറ്റി ഓർഡറിൽ എഴുതുക. ആ പ്രയോറിറ്റി ഓർഡറിൽ എഴുതിയിട്ട് എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ഉണ്ടാകും. ഞാൻ സാധാരണ പ്രാക്ടീസ് ചെയ്യാറുള്ളത്, എഴുതി വെച്ചാൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ആദ്യം മുകളിൽ എഴുതും,
പ്രയോറിറ്റി കുറഞ്ഞ് താഴെ എഴുതും. പ്രയോറിറ്റി 1ൻ്റെ കൂടെ പ്രയോറിറ്റി 8 ചെയ്യായിരിക്കും, 9 ചെയ്യായിരിക്കും, 12 ചെയ്യായിരിക്കും. അതിൻ്റെ കൂടെ അത് പോകുന്ന വഴിക്ക് ചെയ്യും. ഇതൊന്നിച്ച് ക്ലബ്ബ് ചെയ്യാമെന്ന് വയ്ക്കും. കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരാൾ നോർമൽ ഒരാൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് മിനിമം ടൈം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. സാധാരണ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത് തീർക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കൃത്യമായിട്ട് ഇത് ചെയ്യുന്ന ഒരാൾക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അത്രയും ടൈം കൂടുതൽ കിട്ടും. വീട്ടിലിരുന്ന് കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തതിന് ശേഷം ഓക്കെ ഇന്ന കാര്യങ്ങളൊന്നും ചെയ്തു തരും. സാധാരണ ആൾക്കാർ ഇതൊന്നും എഴുതത്തില്ല, ചുമ്മാ അതിലേ പോകുന്നു, ഇവിടം വരെ പോകുന്നു, ഒരു കാര്യം നടത്താൻ പോകുന്നു, പിന്നെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു, ഉച്ച കഴിയുമ്പോഴത്തേനും വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഈ നടക്കുന്ന നടപ്പ് എല്ലാം കൂടെ കൂടി ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു സാധനത്തിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുകയും ചെയ്തു. ഈ പറഞ്ഞതിനകത്ത് ഫുള്ളായിട്ട് ചെയ്യത്തുമില്ല. ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്ത ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വളരുന്നവരൊക്കെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല. നാച്ചുറലായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നാച്ചുറലായിട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പ്രയോറിറ്റി 1, 2, 3 നിങ്ങൾ വേറെ ജോലിയോ ബിസിനസ്സോ സാധനങ്ങളോ എന്ത് ചെയ്യുന്നവരാണെങ്കിലും ഇന്ന് ചെയ്ത് തീർക്കേണ്ട ടാസ്കുകൾ എഴുതുക. അതിനകത്ത് ഏറ്റവും മാറ്റിവെക്കരുതാത്ത എഴുതി വെക്കുക. മാറ്റിവെക്കരുതാത്ത പ്രയോറിറ്റി നമ്പർ 1ൻ്റെ കൂടെ പ്രയോറിറ്റി നമ്പർ 15 ചിലപ്പോൾ ചെയ്യായിരിക്കും. നിസ്സാരമായിട്ട് ചെയ്യാന്നുള്ളൂ. ആ പോകുന്ന വഴി ഒരു കടയിൽ കയറുന്നേ കാണുള്ളൂ. ആ പ്രയോറിറ്റി നമ്പർ 15 തീർക്കാം, പ്രയോറിറ്റി നമ്പർ 14 തീർക്കാം. ഇങ്ങനെ അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ രീതി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ്, പ്രയോറിറ്റൈസ്. നെവർ വേസ്റ്റ് ടൈം ഓൺ സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അതായത് വാട്ട് യു ഡോണ്ട് ഡു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് യു ഡു. ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുകയും, ഞാനിവിടെ പല ആൾക്കാരും ഞാൻ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളവരോട് മിക്കവാറും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ അറിയുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ചെയ്യരുതാത്തത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അത് ചെയ്യരുത്. വാട്ട് യു ഡോണ്ട് ഡു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് യു. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതിനുവേണ്ടി സമയം കളയാതിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ അറിയണം, ചെയ്യരുതാത്ത കാര്യങ്ങൾ അറിയണം. ചെയ്യരുതാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും സമയം വേസ്റ്റാക്കരുത്. നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് കളയരുത്. ഞാൻ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണിത്. വാട്ട് യു ഡോണ്ട് ഡു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് യു ഡു. എന്ത് ചെയ്യരുതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞ് അത് ചെയ്യരുതാത്ത കാര്യത്തിന് വേണ്ടി സമയവും എനർജിയും വേസ്റ്റ് ആക്കാതിരിക്കുക. അടുത്തത്, ചെയ്യരുതാത്ത അതായത് നമ്മൾ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ആൾക്കാരെല്ലാം പുറകെ പോയി സമയം കളയുക. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഒരിക്കൽ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം, നമ്മുടെ ജോജോ സാറിനോട് ചോദിച്ചാൽ അറിയാം. അദ്ദേഹം പണ്ട് എറണാകുളത്ത് താമസിച്ചിട്ട് ദിവസം പാലക്കാടിന് പോവുകയാണ്. പെട്രോൾ അടിച്ച് വണ്ടിയെ സാധനമൊക്കെ കയറ്റി പാലക്കാടിന് പോകുന്നു. മിക്കവാറും അദ്ദേഹം പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് ട്രെയിനിങ്ങിന് ഒരു ദിവസം വരാൻ പറ. അദ്ദേഹം പറയും വരികയില്ല. പിന്നെ അദ്ദേഹം പോകും പാലക്കാടിനെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു അടുത്ത ട്രെയിനിങ്ങിന് പുള്ളിയോട് വന്നിരിക്കണം എന്ന് പറ. അപ്പം പുള്ളിക്ക് വരാൻ പറ്റില്ല, ഭയങ്കര ദൂരമല്ലെന്നാണ് പറഞ്ഞു. ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ച് പറഞ്ഞു. ഞാൻ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ പാലക്കാട് അവരുടെയൊക്കെ ഫാമിലെല്ലാം പോയിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ വരാൻ പറഞ്ഞു ട്രെയിനിങ്ങിന്. മറ്റേ പുള്ളി പറഞ്ഞു ഭയങ്കര അതോളം വരെ വരണ്ടേ, എത്ര ദൂരമല്ലേ എന്നാണ് പറയുന്നത്. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു പാലക്കാട് നിന്ന് എറണാകുളത്തിനുള്ള ദൂരവും എറണാകുളത്ത് നിന്ന് പാലക്കാടിനുള്ള ദൂരവും സെയിം തന്നെയല്ലേ, ഒരേ കിലോമീറ്റർ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടുന്ന് പാലക്കാട് വരെ പോകുന്ന എത്ര കിലോമീറ്ററാണോ അതേ കിലോമീറ്ററാണ് പാലക്കാട് നിന്ന് എറണാകുളത്തിനും. പുള്ളി പാലക്കാടിന് 10 പ്രാവശ്യം പോയിട്ട് മറ്റേ പുള്ളിക്ക് പാലക്കാട് നിന്ന് എറണാകുളം വരെ ദൂരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ റോങ് ആൾക്കാരുടെ കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡോണ്ട് ഡു ഇറ്റ്, ഫിനിഷ്, അങ്ങോട്ട് പോകണ്ട. സെയിം ഡിസ്റ്റൻസ് പുള്ളി 10 പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം പുള്ളിയുടെ ട്രെയിനിങ് വരുന്നില്ലെങ്കിൽ ആ പുള്ളിയോട് കൂടി 1 മണിക്കൂർ പോലും സമയം ചിലവാക്കരുത്. വേസ്റ്റാണ്. കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്ന് നമ്മുടെ പൈസയും സമയവും മുഴുവൻ വേസ്റ്റാവും. ഒരിക്കലും ചെയ്യരുത്. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടൊന്ന് വെച്ചാൽ അവരിങ്ങോട്ടൊന്ന് വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ വേണ്ട. അല്ലാതെ ബിസിനസ്സാണ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആകാം, ബിസിനസ് പാർട്ണർ എന്നുള്ള നിലയ്ക്ക് പറ്റില്ല. റിലേഷൻഷിപ്പ് കളയാനല്ല എൻ്റെ അർത്ഥം. ബിസിനസ്സിന് വേണ്ടി പോകരുത്. ചുമ്മാ പോകുമ്പോൾ ലോഹ്യം പറയാൻ അവിടെ കയറുക, വർത്താനം പറഞ്ഞു, ഓക്കെ, അത് നമ്മൾ കൂട്ടുകാരെന്നുള്ള ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ബിസിനസ്സിലാണെങ്കിൽ അത് ചെയ്യുക എന്ന് പറയുന്ന പോലെ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. റിമൂവ് എവറിത്തിങ്, അതായത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാതിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. റിമൂവ് എവറിത്തിങ് ദാറ്റ് ഡിസ്ട്രാക്ട് യുവർ ഫോക്കസ് കളയുന്ന എല്ലാ ഡിസ്ട്രാക്ഷനും ഒഴിവാക്കുക. എന്താണ് ഫോക്കസ് കളയുന്ന ഡിസ്ട്രാക്ഷൻ വരാനുള്ള ചാൻസസ്? ധാരാളം കാര്യങ്ങളുണ്ടാവാം. നമ്മൾ ചിലപ്പം ഒരാൾ വിളിച്ചിട്ട് ഇത് പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് വന്നില്ല, വളരെ അപൂർവമായിട്ട്, നമുക്ക് ഇതുവരെ ദൈവാനുഗ്രഹിച്ച് വരുന്നില്ലെന്ന് വളരെ അപൂർവമായിട്ട് വരാൻ പറ്റും. നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കൃഷിയിൽ ഫെർട്ടിലൈസറിൻ്റെ റോൾ ഒരു 25-30% ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. കൃഷി മുഴുവൻ നന്നാക്കി കൊടുക്കാവുന്ന ആരോടെങ്കിലും ദയവേത് പ്രോമിസ് കൊടുക്കാതിരിക്കുക. 25-30% കൂടുതൽ ഫെർട്ടിലൈസറിന് റോളില്ല. ബാക്കി മുഴുവനും ആ കൃഷിക്കാരൻ്റെ ഡെഡിക്കേഷനും കാലാവസ്ഥ, വെള്ളം, മണ്ണിൻ്റെ ഘടന, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്.
അവർ വെച്ചിരിക്കുന്ന വെറൈറ്റി. അങ്ങനെ അൾട്ടിമേറ്റ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കാം, ഒരു തോട്ടത്തിൽ ഒരു വാഴയാണെന്ന് വിചാരിക്കുക. ഒരു വാഴയ്ക്ക് 25 കിലോ കൊലയുണ്ടാകുമ്പോൾ വേറൊരു വാഴയ്ക്ക് എന്തുകൊണ്ട് അതേ വളവും അതേ സാഹചര്യത്തിൽ നിന്ന് വേറൊരു വാഴയ്ക്ക് എന്തുകൊണ്ട് 14 കിലോ കൊലയായി മാറി? തൊട്ടപ്പുറത്തെ വാഴ 25 കിലോ ഉണ്ടായല്ലോ. അങ്ങനെ എല്ലാത്തിനും ആൻസർ നമുക്ക് കൊടുക്കാമെങ്കിൽ ഇതിന് ആൻസർ പറയണം ആരല്ലോ. തൊട്ടപ്പുറം നിൽക്കുന്ന വാഴയ്ക്ക് 25 കിലോയുടെ കൊല വെട്ടി ഇപ്പുറത്തെ നിൽക്കുന്ന വാഴയ്ക്ക് 14 കിലോ ഉള്ളൂ. അതിൻ്റെ ആൻസർ പറയണം ആരെങ്കിലും. എല്ലാത്തിനും സൊല്യൂഷൻ നമുക്ക് കൊടുക്കാമെങ്കിൽ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഒന്നിച്ച് വെച്ചതല്ലേ, ഒരേ സാധനമല്ലേ, ഒരേപോലെ വളം ചെയ്തില്ലേ, ഒരേ കാലാവസ്ഥയല്ലേ, ഒരേ വെള്ളം, ഒരേ കർഷകൻ. എന്തുകൊണ്ട് ഈ ഡിഫറൻസ് ഉണ്ടാകുന്നു? എന്നാൽ പിന്നെ ഈ പുള്ളിക്ക് 25 കിലോ മാത്രം കിട്ടുന്ന കൊല വെച്ചാൽ പോരായിരുന്നു. അപ്പം ഒരു 25-30% കൂടുതൽ കൺട്രോൾ വളത്തിനില്ല. ബാക്കി നമ്മുടെ ഒബ്സർവേഷനും നമ്മുടെ പഠനങ്ങളും വെള്ളം, അതിൻ്റെ TDS, pH, ഒത്തിരി ഘടകങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. കാലാവസ്ഥ, ഒരു വർഷം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു വർഷം റംബൂട്ടാൻ ഒരു ഏരിയ നന്നായിട്ട് പിടിക്കുന്നുണ്ട്, വേറെ സ്ഥലത്ത് പിടിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ വലിയ വാളംപുളിയുണ്ട്. നമ്മുടെ വീട്ടിലെ മിക്കവാറും എല്ലാ ആൾക്കാരും ഈ പുളി ആണ് കൊണ്ടുപോകുന്നത്. ഇത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിൽക്കുകയും ചെയ്തു. നമ്മൾ നല്ല വില വന്നപ്പം വിറ്റായിരുന്നു. ഈ വർഷം ആ പുളിയെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള പുളിയില്ല. എൻ്റെ അച്ഛൻ പറയുന്നിട്ട് മിക്കവാറും വിലയ്ക്ക് മേടിക്കേണ്ടി വരുന്നു പ്രാവശ്യം. ഇതിനെന്താ ഉത്തരം? പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൂടുതൽ വളമിട്ടിട്ടാണോ? ഇതുവരെ ജീവിതത്തിൽ വളമിട്ടിട്ടില്ല. എല്ലാ വർഷവും തന്നെ ഉണ്ടാകുന്നതാണ്. പ്രാവശ്യം ഉണ്ടായില്ല. അപ്പോൾ കാലാവസ്ഥ എന്തുമാത്രം സ്വാധീനിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ ഇത്രയും വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ MBBS, MDയും ഡോക്ടറേറ്റും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, ഏതെങ്കിലും ഒരു ഡോക്ടറോ ഹോസ്പിറ്റലുകാരോ 100% ആൾക്കാരെയും നമ്മൾക്ക് ശരിയാക്കി റെഡിയാക്കി മിടുക്കരാക്കി തരാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്. പിന്നെ ആശുപത്രിയിൽ എന്നാ തിരക്കായിരിക്കും? പോസിബിളല്ല. എന്നോട് ചില കൃഷിക്കാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, 100% ഗ്യാരണ്ടി പറയാമോ നിങ്ങളുടെ ഈ സാധനം ഉപയോഗിച്ചാൽ? ഞാനന്നേരം ചുമ്മാ തമാശയായിട്ട് പറയും, എൻ്റെ പൊന്നിയേട്ടാ, ചേട്ടൻ്റെ സമയം കണ്ടകശനിയാണെങ്കിൽ ഞാനെങ്ങനെ ശരിയാക്കും? എന്ത് ചെയ്താലും ചെയ്തിട്ടൊക്കെ അരിഞ്ഞു പോവും. ചേട്ടനൊരു കട തുടങ്ങുക, അത് പൊട്ടിപ്പൊളിയും. ഈ സമയത്തെല്ലാം ചെയ്യും. അത് ആദ്യം കണിയാൻ്റെ അടുത്ത് പോയി നോക്ക്, ആദ്യം ഈ വളമൊക്കെ മേടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതൊന്നും ആർക്കും പ്രഡിക്റ്റബിൾ അല്ല. നാളെ നമ്മളുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. പിന്നെയല്ലേ നമ്മൾ കൃഷിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഈ ചോദിക്കുന്നവനും പറയുന്നവനും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലാത്തൊരു സാധനം. അതിന് ആ ഗ്യാരണ്ടി ഒന്നും ആർക്കും ഒന്നിനും ഏതിനങ്ങനെ ഗ്യാരണ്ടി ഉള്ളത്? അങ്ങനെ ഒന്നിനും ആർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് കളയുക, ഫോക്കസ് ചെയ്യുക. എവിടെയാണ് എത്തേണ്ടത് അത് ഫോക്കസ് ചെയ്യുക. എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് അത് കൃത്യമായിരിക്കണം. സ്ട്രക്ചർ യുവർ എൻവയോൺമെൻറ്റ് ടു സപ്പോർട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ വീട്ടിലും ഒക്കെ നമ്മൾ അതിനനുസരിച്ചൊരു സാഹചര്യം ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചുറ്റുപാടും അതിനനുസരിച്ചുള്ള സാഹചര്യവും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ അതിനൊരു സാഹചര്യം ഒരുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഒബ്സസ് ഓവർ ഡേറ്റ എന്ന് പറഞ്ഞാൽ നെവർ ലൈറ്റ്. അതായത് നമ്മൾ ഒരു ഡേറ്റയിൽ വിശ്വസിക്കുക, ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് നമ്മൾ ഡേറ്റ ഉണ്ടാവണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, 3 മാസം ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 മാസം എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് അത് എഴുതി വെച്ചിട്ടുണ്ടാവണം. അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആ ഡേറ്റ വിശ്വസിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. ആ ഡേറ്റ കൃത്യമായിരിക്കണം. ഡേറ്റ നമുക്ക് അത് ഡാഷ്ബോർഡ് എന്ന് പറയും. ഒരു ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡ് നോക്കി പോകണം. ഇതെങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണോ, ഉദ്ദേശിച്ച ഏരിയ കവർ ചെയ്തിട്ടുണ്ടോ, ഇത് കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്താൽ മതി. കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക. നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് നടന്നോ, അത് നടന്നില്ല, നടത്തണം. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ കോളേജിലൊക്കെ പോകുന്ന പോലെ പോകുന്നു. നമ്മൾ പുസ്തകമൊക്കെ പാൻറ്റിൻ്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. പഠിക്കാൻ പോകുകയാണെന്ന് വെച്ചാൽ അതെ. ഈ ലെവലിൽ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് ചെയ്യുന്നത് വെച്ചാൽ എന്ത് ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് വളരുന്നത്. കൃത്യമായിട്ട് ഡേറ്റ അനലൈസ് ചെയ്യണം. കറക്റ്റായിട്ടാണോ പോകുന്നത്, ഇല്ലെങ്കിൽ കറക്ഷൻ എവിടെയാണ് വേണ്ടത്, ഇത് കറക്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഒരു ബിസിനസ് ഓണർ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരണം. ഓരോ ആൾക്കാരും ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഗ്രീൻ പ്ലാനറ്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉള്ള പഠിപ്പിക്കൽ മാത്രമല്ല, നമ്മളൊരു നല്ലൊരു ഓൺട്രപ്രണറായിട്ട് വളർന്നു വരിക എന്നുള്ളതാണ് ആവശ്യം. ഓക്കെ, നമ്മളോട് നുണ പറയരുത്. വേറെ ഉള്ളവരോടൊക്കെ നുണയാണ് പറയുന്നതെങ്കിൽ നമ്മളോട് പറയരുത്.
അതായത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്നോട് പറയുന്നതിനെ കുറിച്ചല്ല പറഞ്ഞു, അവനവനോട് നുണ പറയരുത്. നെവർ ലൈ ടു യുവർ സെൽഫ് അബൌട്ട് വാട്ട് ഡേറ്റ എന്താണ് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഡേറ്റ നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതിയിട്ട് നമ്മൾ തന്നെ മാർക്ക് കൂട്ടിയിടുകയല്ലേ. നമ്മൾ തന്നെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് പാസ് മാർക്കാണ്. നമ്മൾ നോക്കുമ്പോൾ ഈ മാർക്കിടുന്ന സാറ് നോക്കുമ്പോൾ മാത്രമേ നമ്മൾ തോറ്റുപോകുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയും പാസ് മാർക്ക്, കാരണം പാസ്സാകുക എന്നുള്ള നമ്മുടെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും മാർക്ക് കൂട്ടിയിട്ട് കണക്ക് കൂട്ടും ഒരു സമാധാനത്തിന്. ഇത് ചെയ്യരുത്. ഇത് നമ്മൾ ജീവിതത്തിലും ചെയ്യാറുണ്ട്. നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, കുഴപ്പമില്ല, അത് കഴിഞ്ഞ ആഴ്ച കല്യാണം ആയിരുന്നുണ്ടല്ലേ, കഴിഞ്ഞ ആഴ്ച മഴ ആയിരുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തും നമ്മുടെ വളർച്ചയില്ലായ്മയ്ക്ക്. അത് ഏറ്റവും റോങ്ങാണ്. മഴയുണ്ടാവും, തടസ്സങ്ങൾ. ഇവിടെ വരുമ്പം ചില ആൾക്കാർ ഇന്ന് കറക്റ്റ് ടൈമിൽ എല്ലാവരും വന്നതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. പലപ്പോഴും വരുമ്പം ഓഫീസിൽ സ്ഥിരം കേൾക്കാറുള്ള ഡയലോഗ് എന്താണ്, സ്റ്റാഫ് വരുന്നത്, ഇന്ന് മുഴുവൻ ബ്ലോക്കായിരുന്നു, എല്ലാ ദിവസവും 10:15 വരുന്നു, ഇന്ന് മുഴുവൻ ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്ന പോലെയാണ്. ഇവിടെ വരുമ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് മുഴുവൻ ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് ഉള്ളതാണ് എല്ലാ ദിവസവും, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിനോട് നേരത്തെ ഇറങ്ങാഞ്ഞിട്ടാണ്, നമ്മൾ നേരത്തെ ഇറങ്ങാഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ പറയുന്നത് ബ്ലോക്ക് ആയതുകൊണ്ടാണെന്നേ പറയുള്ളൂ. അത് എപ്പോൾ അത് സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് തന്നെ മൈനസ് മാർക്കാണ്. നമ്മൾ നമ്മുടെ വളർച്ചയില്ലായ്മയെ അല്ലെങ്കിൽ ഗ്രോത്തിന് ഇല്ലായ്മയെ നമ്മൾ തന്നെ ന്യായീകരിക്കുകയാണ്. ഒരു സ്ഥലത്ത് സമയത്ത് ചെന്നില്ല, അത് നമ്മുടെ ഫെയിലിയറാണ്, അത് നമ്മൾ അംഗീകരിക്കണം. അതിന് പകരം ബ്ലോക്ക് ആയിരുന്നുകൊണ്ടാണ്, മഴയായിരുന്നുകൊണ്ടാണ്, രാവിലെ ഭാര്യ ഷർട്ട് തയ്ച്ച് തരാത്തതുകൊണ്ടാണ്, രാവിലെ അതുകൊണ്ടാണ്, കൊച്ചു കരഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാരണം കണ്ടെത്തി നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയെ നമ്മൾ ന്യായീകരിക്കുന്നത് നമ്മൾ ഫെയിലിയർ കൂട്ടും. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത്. ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫെയിലിയർ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാനാണ് എന്ന് തിരിച്ചറിയുക. അത് പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ളവരോട് തർക്കിച്ചോ, പക്ഷേ അവനവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെങ്കിലും അവനവൻ അംഗീകരിക്കണം. നമുക്ക് എന്തിനും പരാജയം ഉണ്ടായതിൻ്റെ കാരണം ഞാനാണ്, ഞാൻ മെച്ചപ്പെടണം, ഇത് തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും അംഗീകരിക്കാറില്ല. നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ കേൾക്കാറുള്ള വാക്കെന്താണ്, കഷ്ടകാലമാണെന്ന്. നമുക്കെല്ലാം കഷ്ടകാലമാണ്, എന്നും അങ്ങോട്ടേ ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഈ കഷ്ടകാലമാണ് ഇവിടുത്തെ ജ്യോത്സ്യന്മാരുടെ നല്ല കാലം. കഷ്ടകാലമാണ് ഈ ദേവാലയങ്ങളുടെ നല്ല കാലം. കഷ്ടകാലം വരുന്നവർ നേരെ ജ്യോത്സ്യൻ്റെ അടുത്തിരുന്നു, അവർ കുറേ പൈസ മേടിക്കുന്നു, കൂടാതെ കുറേ അവരുമായിട്ട് ടൈപ്പ് ഉള്ളവരെ കൊണ്ട് കുറേ പൂജ ചെയ്യിക്കുന്നു, ബാക്കി ഈ പൂജ ചെയ്യിക്കുന്നു, അല്ലെ നേർച്ച നിർത്തുന്നു. അവർക്കെല്ലാം ശരിക്കും നല്ല കാലവും. ബാക്കിയുള്ളവരുടെ കഷ്ടകാലം ചില ആൾക്കാരുടെ നല്ല കാലം. കഷ്ടകാലം ആയതുകൊണ്ടല്ല, നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ളതാണെന്ന ഓരോ ഫെയിലിയറിനും റീസൺ നമ്മളാണെന്നും നമ്മളെവിടെയാണ് മെച്ചപ്പെടേണ്ടതെന്നും നമ്മളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യാത്തതാണ്. ഡോണ്ട് ബി അഫ്രൈഡ് ടു ചേഞ്ച് എ സ്ട്രാറ്റജി ദാറ്റ് ഈസ് നോട്ട്. ഒരു സ്ട്രാറ്റജി നമുക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നതിന് ഒരു മടി ഉണ്ടാക്കരുതെന്ന് പറയും. ഒരു സ്ട്രാറ്റജി നമുക്ക് തീരുമാനിച്ചു, അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമായിട്ടിരുന്ന് തീരുമാനിച്ചിട്ട് സ്ട്രാറ്റജി മാറ്റണം. സ്ട്രാറ്റജി മാറ്റണമെങ്കിൽ ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ ഗ്രീൻ പ്ലാന്റ് കേരളത്തിൽ തുടങ്ങിയ സമയത്ത് ചെയ്ത പോലെ അല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്ട്രാറ്റജി മാറ്റണം. ഡോണ്ട് ഹൈഡ്. ഒന്നും മറച്ചു വെക്കാതെ നമ്മൾ ഓപ്പണായിട്ട് നമ്മളെ കോച്ച് ചെയ്തെടുക്കുന്നൊരു പ്രോസസ്സാണ് ഈ പറയുന്നത്. നെക്സ്റ്റ്, ഗെറ്റ് ഇറ്റ് ഡൺ സൂൺ. ആക്ട് വിത്ത് അർജൻസി ആൻഡ് ആൻ ഒബ്സഷൻ വിത്ത് പ്രോഗ്രസ്. അതായത് എന്തും ഡു ഇറ്റ് നൗ. ഇപ്പം നമുക്ക് ചെയ്യണം, ഇപ്പം റിസൾട്ട് ഉണ്ടാവണം, പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അർജൻസി നമ്മൾ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യണം. പെർസ്യൂ യുവർ ഗോൾസ് വിത്ത് എ നോൺ എക്സ്ക്യൂസ് മെൻറ്റാലിറ്റി. നമ്മുടെ ഗോള് സെറ്റ് ചെയ്താൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്ത. കാരണം എന്തുകൊണ്ടാണ്, പല ആൾക്കാർക്ക് ഞാൻ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ പട്ടിയുടെ കഥ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണോ? അപ്പം നിങ്ങൾ ചിലപ്പോൾ നേരത്തെ വല്ലതും പറഞ്ഞിട്ടുണ്ടായി. ഒരു പട്ടി ഒരു റൂമിലിരുന്ന് ഒരു ഗോഡൗണിൽ ഒരു പട്ടി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടുകാരനെയും കൂട്ടി ഒരാൾ ചെല്ലുവാണ്, ഈ ഗോഡൗണിൻ്റെ ഉടമസ്ഥൻ. ചെല്ലുമ്പോൾ മൂലയ്ക്കിരുന്ന് ഒരു പട്ടി ഇരുന്ന് മൂളിക്കൊണ്ടിരിപ്പുണ്ട്. ഈ ഗോഡൗണിൽ ചെല്ലുമ്പോൾ ഗോഡൗണിൻ്റെ മൂല ഒരു പട്ടി ഇരിപ്പുണ്ട്, പട്ടി ഞരങ്ങുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, പട്ടി ഇതിനകത്തിരുന്ന് മോങ്ങുന്നെന്താ, അതിന് വല്ല അസുഖമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഗോഡൗണിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ്, അത് അസുഖമുള്ളതുകൊണ്ടല്ല, അവിടെ ഇച്ചിരി മുള്ളു പോലൊരു ആണിയുണ്ട്, അതേലാണ് അത് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു വേദന കൊണ്ടാണ് അത് കരയുന്നത് എന്ന് പറഞ്ഞു. അല്ല, എന്നാൽ പിന്നെ അതിലിരിക്കാതിരുന്നാൽ പോരെ, അത് മാറിയിരുന്നാൽ പോരെ എന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അല്ല, അത്രയ്ക്ക് വേദനയില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പല ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രയില്ല. അപ്പം നമ്മൾ പല ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഇഷ്ടമാണ്, കാശൊക്കെ വേണം, എന്നാൽ അത്രയ്ക്കുള്ള വേദനയില്ല, അത്രയും കഷ്ടപ്പെടാനുള്ള ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ പല ആൾക്കാരും നമ്മുടെ വീട്ടിൽ ഭയങ്കര കംഫർട്ടബിളാണ്. എന്തായാലും വീട്ടിൽ കഞ്ഞിയുണ്ട്, കിട്ടും. ഇനി നമുക്ക് വരുമാനമില്ലെങ്കിലും എങ്ങനെയും കഞ്ഞി കിട്ടുമല്ലോ, ആരെങ്കിലും തരും. ഞാൻ കണ്ടിരിക്കുന്നത് പല ആൾക്കാരും അത് ഒരാൾക്ക് ഒരു സൈഡ് പോസിറ്റീവാണ്. അതായത് നമ്മളിവിടുന്ന് ഗൾഫിലൊക്കെ പോയിട്ട്, നിങ്ങൾ ആരെങ്കിലും ദുബായിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ
ചില ആൾക്കാർക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇവിടെ അവർക്ക് 20,000 രൂപ വരുമാനം ഉണ്ടായിരുന്നുള്ള ആകെ, അവിടെ 2 ലക്ഷം രൂപ വരുമാനമുണ്ട്. 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിട്ടും അവർ ഭയങ്കര അവരുടെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താണ്? അവർ 20,000 രൂപ പണ്ട് ഇവിടെ വരുമാനം ഉണ്ടായിരുന്നപ്പോൾ വീടിനടുത്തുള്ള അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നു, ഫാമിലിയായിട്ട് അവിടെ പോകുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു, തിരിച്ചിറങ്ങിയിട്ട് മറ്റേ ചിന്തിക്കടയിൽ നിന്നൊരു കുപ്പിവെള്ളം മേടിച്ച് പിള്ളേർക്ക് കൊടുത്തു, ഒരു 20 രൂപയുടെ കടലയും മേടിച്ച് വീട്ടിൽ ഹാപ്പിയായിട്ട് പോകുന്നുകൊണ്ടിരുന്നതാണ്. ഇവർ ദുബായിൽ ജോലി കിട്ടി അവിടെ ചെന്നു, നല്ല ശമ്പളമുണ്ട്, അതിനനുസരിച്ചൊരു വീട് വാടകയ്ക്ക് അവിടെ ഒരു ഇത് മേടിച്ചു. നാട്ടിൽ വന്ന് വലിയ അവിടെ നല്ല റെൻറ്റിനുള്ള ഇവിടെ താമസിക്കുന്നു. നാട്ടിൽ വന്നൊരു ലോൺ എടുത്തൊരു വീടും വെച്ചു, പിള്ളേരെ നല്ലൊരു ഇൻ്റർനാഷണൽ സ്കൂളിലും ചേർന്നു. തൊട്ടടുത്ത് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവൻ്റെ ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നേരത്തെ വളരെ ഹാപ്പിയായിട്ട് 20,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് 2 ലക്ഷം രൂപ ശമ്പളം കിട്ടി. പക്ഷേ മന്ത്ലി കമ്മിറ്റ്മെൻറ്റ്, ലോൺ അടയ്ക്കണം, പിള്ളേരുടെ സാധനം, ഇതൊന്നും ഇല്ലായിരുന്നു, ഹാപ്പിയായിട്ട് ജീവിച്ചിരുന്നു. എന്ന് പറയുന്ന പോലെ നമുക്കൊരു കംഫർട്ടുണ്ട്. ഈ കംഫർട്ട് ആണ് നമ്മളെ പലപ്പോഴും വളർച്ചയ്ക്ക് തടസ്സമാകുന്നത്. അപ്പോൾ അതൊരു കാരണവശാലും നമ്മൾ ഉണ്ടാവരുത്. ഒരു അർജൻസി ഉണ്ടാവണം. നമ്മൾ പല ആൾക്കാർക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നാൽ അങ്ങനെ മെനക്കെട്ട് പോകാനുള്ള അത്ര അത്യാവശ്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വളർച്ച തരുന്നത്. അർജൻസിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതുപോലെ പെർസ്യൂ യുവർ ഗോൾസ് വിത്ത് എ നോൺ എക്സ്ക്യൂസ് മെൻറ്റാലിറ്റി. നമ്മൾ ഒരു എക്സ്ക്യൂസും കൊടുക്കാതെ നമ്മൾ നമ്മുടെ ഗോളിൻ്റെ പുറകെ പോകണം. റിമെമ്പർ, ഐഡിയാസ് ആർ മീനിങ്ലെസ്. അതായത് ഐഡിയാസ് എന്ന് പറയുന്നത് മീനിങ്. ഒത്തിരി ആൾക്കാർ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എന്നോടൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മുടെ പരിചയമുള്ളവർക്ക് ഉപദേശങ്ങൾ തരാറുണ്ട് കേട്ടോ. ഇന്നൊരു ബിസിനസ്സുണ്ട്, നീ അത് ചെയ്താൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും. അപ്പം ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റും? ഇല്ല, ഞാൻ ചെയ്യണം. അവർക്ക് പറ്റിയില്ല. അതെന്താ കാര്യം? ചെയ്യാൻ റിസ്ക് ഉണ്ടല്ലോ. ഐഡിയ ചുമ്മാ ദിവസം 4 ഞാൻ പറഞ്ഞു, ഞാനൊരു 17 ഐഡിയ അങ്ങോട്ട് തരാം, നീ പോയി ചെയ്യാറുണ്ടോ? അതിനകത്ത് ഒരെണ്ണം ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുമുണ്ട്, ഫെയിലിയർ കണ്ടിട്ടുമുണ്ട്. നീ ചെയ്യേ. ഐഡിയ ഇഷ്ടം പോലെ, അത് ഉറപ്പാണ് വിജയിക്കും, അത്ര ഉറപ്പാണ്. നിനക്ക് ചെയ്താൽ പോലും എന്തിനാണ് അത് കളയുന്നത്? അപ്പോൾ ഐഡിയയ്ക്ക് ഇവിടെ ഒരു പഞ്ഞവും ഇല്ല, ചെയ്യാനാണ് ആളില്ലാത്തത്. ഐഡിയ, പുതിയ ഉട്ടോപ്യൻ ഐഡിയ നമ്മളോടൊക്കെ തന്നെ പല ആൾക്കാരും പറയും, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, നമ്മൾ ഗോവയ്ക്കൊക്കെ 5,000 പേരുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇതിങ്ങനെയല്ലെന്നേ പ്രോഗ്രാം നടത്തേണ്ടത്. ഇങ്ങനെയല്ലെന്നാണ് പറയുന്നത്. 5,000 പേരെ കമ്പനി പല സ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവന്നിട്ട് 1,000-1,500 റൂമിൽ കൊണ്ട് താമസിപ്പിച്ച് ഇത്രയും ഫാമിലി അവിടെ ഒന്നിച്ചെത്തിച്ച് 5,000 പേരുടെ മീറ്റിംഗ് നടത്തിയിട്ട് കയറിയിട്ട് വന്നിട്ട് പറയുവാണ്, ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയൊന്നും അല്ല മീറ്റിംഗ് നടത്തണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വിദഗ്ധന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തിയോ? ഇല്ല. നടത്താം. അയലോക്കത്തുള്ള 3 പേരെ വിളിച്ചു കിട്ടി, അവിടെ പശുവിന് ഈ പവർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ പാല് കൂടാമെന്ന് പറയാൻ തയ്യാറാവാത്ത ആൾ 5,000 പേരുടെ മീറ്റിങ്ങിന് അഭിപ്രായം പറയുന്നു. ഇങ്ങനെ അല്ല നടത്തേണ്ടതെന്ന് പറയും. അപ്പോൾ ഇതുപോലെയാണ് പബ്ലിക്കിൻ്റെ. അപ്പോൾ ഇതുപോലെ ഉട്ടോപ്പൻ ഐഡിയ പലരും പറയും. എക്സിക്യൂഷനാണ് ഏതിനകത്തും പ്രധാനം. എക്സിക്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യും? ഐഡിയ ഇവിടെ ഒരു വല്ല ബുദ്ധിമുട്ടുണ്ട്, എന്ന് മാത്രം ഐഡിയാസ് ഉണ്ട്. റിമെമ്പർ, ഐഡിയാസ് ആർ മീനിങ്ലെസ്, എക്സിക്യൂഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പല ഐഡിയ നമുക്ക് പറയാം, എക്സിക്യൂഷനാണ് അടുത്ത്. നെക്സ്റ്റ്, ഓൾവേസ് ലേൺ ചെയ്യുക എന്നുള്ളൊരു, നമ്മൾ സ്കൂളിലും കോളേജ് കഴിഞ്ഞോടെ പഠനം നിർത്തി ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തയ്യാറാകുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം. ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തയ്യാറായി. ഗെറ്റ് ബെറ്റർ എവറി ഡേ ബൈ ഇമ്പ്രൂവിങ് സ്കിൽ. എല്ലാ ദിവസവും സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക, സ്കിൽ കൂട്ടുക. വൈകുന്നേരം വന്ന് നമ്മളെ അനലൈസ് ചെയ്യുക, കുറച്ചുകൂടെ മെച്ചമാക്കാൻ. ഒരാളെ അപ്രോച്ച് ചെയ്തത് ഇങ്ങനെയായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, അങ്ങനെ ആക്കാതെ എവറി ഡേ ബെറ്റർ ആകാൻ തീരുമാനിക്കുക. സ്കില്ല്, ഒരു തൊഴിലിന് ഒരു സ്കില്ല് വേണേൽ ആ സ്കില്ല് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഗോൾ ഈസ് നോട്ട് ഫോർ ഫീലിംഗ് കൂൾ, ഇറ്റ് ഇസ് ഫോർ വിന്നിങ്. ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമുക്കൊരു നല്ല ഫീൽ കിട്ടാൻ വേണ്ടി. പലപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുകയാണെങ്കിൽ ഞാൻ 3 മാസം കൊണ്ട് 5 മിനിറ്റ്, ഓക്കെ, 3 മാസം കൊണ്ട് നമ്മൾ കോറലാവും, 3 മാസം കൊണ്ട് റൂബി ആവും എന്നൊക്കെ പറയാം. അത് എന്തിനു വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്? നമുക്കൊരു സുഖത്തിന് വേണ്ടിയാണ്. അപ്പം നമുക്കൊരു സുഖത്തിന് വേണ്ടി ഗോള് പറയരുത്, സെറ്റ് ചെയ്യരുത്, ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. നമുക്കൊരു സുഖത്തിന് വേണ്ടി. നമുക്കെപ്പോഴും നല്ല വീട്, നമ്മൾ മറ്റേ മോഹൻലാലിനും ശ്രീനിവാസനും ഏതൊരു സിനിമയിൽ നമുക്കൊരു ജോലി കിട്ടിയിട്ട് വേണം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നില്ലേ, ഒരു വീട്, ഒരു സ്വിമ്മിംഗ് പൂള്, 10 ദിവസം ലീവ് എടുക്കുക, നമ്മളിവിടെ ടൂർ പോവുക, ഇതൊക്കെ ആഗ്രഹം. ഇത് നമുക്കൊരു സുഖത്തിന് വേണ്ടി പറയാം. ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ചെയ്തിരിക്കണം. ചെയ്തില്ല പറ്റുന്നത് എന്താണ്? ചെയ്തില്ല പറ്റുന്നത് നമ്മളോട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പാർട്ടി പറയും, നീ യൂസ്ലെസ് ആണ്, നീ ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. ഈ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നിനക്ക് നടക്കും എന്നുള്ളിരുന്ന ആളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നടക്കും, അത്രേ ഉള്ളൂ. ഇത് മുഴുവൻ ഇതിനകത്താണ്.
നടക്കും എന്നുള്ളിലിരുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം. അത് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യൂ. ഇന്നൊരു പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കും എന്നാണെന്ന് വിചാരിച്ചു, ഇന്ന് ആ പ്രൊഡക്റ്റ് കൊടുത്തിരിക്കണം. ചെറുതാണ്, വലിയ സംഭവമാണ്. ഒരു 250 മില്യൺ ഒരു ബോട്ടിൽ കൊടുക്കുന്ന വലിയ സംഭവമാണ്. ഇന്ന് ഞാൻ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിരിക്കും, അച്ചീവ് ചെയ്യും. നമ്മുടെ മൈൻഡ് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. നാളെ ഒരു കാര്യം തീരുമാനിക്കുന്നു, ഞാൻ ഇന്ന് 2 ഫാമിൽ പോവും, അല്ല 1 ഫാമിൽ പോവും, മതി, ഏതെങ്കിലും മതി. ഒരടുക്കള നിങ്ങൾ പറയുന്ന കാര്യം, എഴുതി വെക്കുന്ന കാര്യം ചുമ്മാ നടത്തുക. ഏറ്റവും ചെറുത് ആദ്യം ചെയ്യാവുന്ന എഴുതിയാൽ മതി. ചുമ്മാ ഒരു 15 എണ്ണം എഴുതി പിന്നെ പഴയ പോലെ ആവരുത്. എണ്ണം കൂടുതൽ എഴുതുന്നതിലൊന്നും കാര്യമില്ല, 5 കാര്യം എഴുതിയാൽ മതി. ഏറ്റവും നടക്കുന്ന കാര്യം എഴുതി ചെയ്യേ. ഇത് പ്രാക്ടീസ് ചെയ്യും. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അങ്ങ് പെഡൽ ചെയ്ത് കയറാൻ തുടങ്ങും. ഇത് പിന്നെ 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 നമ്മൾ എന്തെഴുതിയിട്ടാലും നടക്കുന്നൊരവസ്ഥ വരും, പിന്നെ എഴുതാതെ പോലും നടക്കുന്ന അവസ്ഥ വരും. ചുമ്മാ സിമ്പിൾ ഗെയിമാണ്. ആ ഗെയിം പല ആൾക്കാർക്കും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് പല ആൾക്കാരും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാതെ ഓർഡിനറി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ചുമ്മാ എഴുതിയിടുക, അച്ചീവ് ചെയ്യുക, എഴുതിയിടുക, അച്ചീവ് ചെയ്യുക, എഴുതിയിടുക, അച്ചീവ് ചെയ്യുക. ഇത് വൈകുന്നേരം എല്ലാം ടിക്ക് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങണം. എല്ലാം ടിക്ക് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുമ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ ഒരു വിന്നറായിട്ട് പുള്ളി കാണും. നമ്മളെ വിന്നറായിട്ട് പുള്ളി കണ്ടാൽ പിന്നെ എന്ത് പ്ലാൻ ചെയ്താലും നടക്കും. ഇത് ഞാൻ പറയുന്നത് ഗ്രീൻ പ്ലാനറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ആപ്ലിക്കബിൾ ആകട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഏരിയയിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളെ വിന്നറായിട്ട് നമ്മുടെ ഉള്ളിൽ കാണുന്നുണ്ടോ, വേറൊരാൾ കാണുന്ന അവിടെ നിൽക്കട്ടെ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്തു, ഇവൻ പറയുന്നത് നടത്തും, ഇവൻ ചുമ്മാ പറയുന്ന ആളല്ല, പറയുന്ന കാര്യം നടത്തുന്ന ആളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളും അങ്ങനെയല്ലേ. നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയുന്നു, ചുമ്മാ ഇപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് ചുമ്മാ പൈസൽ പറഞ്ഞിട്ട് പോയത്, സാറേ ഞാൻ ഈ മാസം അത് ചെയ്യും കേട്ടോ, ഞാൻ ആദ്യം പൈസൽ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കും. അല്ലെ അടുത്തപ്പോൾ റോബിൻ പറയുവാണ് ഞാൻ ഇന്ന കാര്യം ചെയ്യും കേട്ടോ, ഇതിലൂടെ 3-4 പേര് പറഞ്ഞിട്ട് പോയെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഒരാൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു എന്ന് വിചാരിക്കുക. മറ്റേ 3 പേരുണ്ട്, അവർ പറഞ്ഞിട്ട് പോയത് ഒന്നും ചെയ്യുന്നുമില്ല, അവരതിന് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. അടുത്ത മാസം ചുമ്മാ വരുന്നു, ചുമ്മാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, പിന്നെ ചുമ്മാ തിരിച്ചു പോകുന്നു, വീണ്ടും വേറെ കുറേ കാര്യങ്ങൾ പറയുന്നു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒരു പരിധി വരെ വിശ്വസിക്കും, ഞാനെന്നല്ല നിങ്ങളെല്ലാവരും ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഈ പറഞ്ഞിട്ടൊന്നും ചെയ്യാതെ പിന്നെയും അതുപോലെ തന്നെ വരുന്ന ഒരാൾ 2 പ്രാവശ്യം പറഞ്ഞു, 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ നമ്മളെങ്ങനെയായിരിക്കും എടുക്കുന്നത്? ചുമ്മാ ശരി എന്ന് പറയും അല്ലേ, ചുമ്മാ സ്ഥിരമുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞാൽ ഒരു പാർട്ടി പറഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ വർഷവും 2 ദിവസം പ്രോഗ്രാമാണ് അവർ അവിടെ നടത്താറുണ്ട്. അതിനിടയിൽ ഓരോരുത്തരെ കൊണ്ട് സംസാരിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ വന്നു, അതിനകത്തൊരു ജോത്സ്യനൊക്കെ ഉണ്ട്, അവരെ വന്നു. അപ്പം അങ്ങേരോട് വളരെ സീരിയസ് ആയിട്ട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അതെ നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ ഇത് 2 ദിവസം എന്നുള്ള 1 ദിവസം ആക്കാമോ? അപ്പോൾ ഈ വന്നയാൾ അറിയാമല്ലോ, വന്നയാൾ പറഞ്ഞത് നമുക്ക് അല്ല അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞു. അപ്പം പുള്ളി വളരെ സീരിയസ് ആയിട്ട് കേട്ടു, ഇങ്ങേര് പറഞ്ഞ ഇതൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടു. ഇങ്ങേര് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സംഘാടകർ പറയുകയാണ്, ഇവിടെ ഇത് നടക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി, അതിനകത്ത് ആദ്യം വന്നയാളാണ് പുള്ളി. ആദ്യം വന്നയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് 2 ദിവസം എന്നുള്ളത് 1 ദിവസം ആക്കാൻ പറ്റുമോ എന്ന് ഒക്കെ ചോദിച്ചപ്പോൾ മറ്റൊരു വിചാരിച്ച് സീരിയസ് ആയിട്ട് എന്ന് പറയുന്ന പോലെ ചുമ്മാ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഒന്നും ചെയ്യത്തൊന്നുമില്ല, ചുമ്മാ പറയും ഇതുപോലെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരാൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ചുമ്മാ ഓരോ പ്രാവശ്യം ഓരോന്ന് പറഞ്ഞിട്ട് പോവുകയാണ്, പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല. പിന്നെയും വരുന്നു, പിന്നെയും നമ്മൾ സെയിം തന്നെ വേറെ എന്തെങ്കിലും കുറേ നമ്മളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയാൽ 2-ഓ 3-ഓ പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിലിരിക്കുന്ന പറയുന്നത്. ഇത് ചുമ്മാ നമ്മൾ വേറെ ആരെ അല്ല ബോധ്യപ്പെടുത്തണം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം, നമ്മൾ പറയുന്നത് ചെയ്യുന്ന ആളാണ്. ഇത് ബോധ്യപ്പെടുത്തിയാൽ പുള്ളി പിന്നെ നമ്മൾ എന്ത് പറയുന്നതും അനുസരിക്കും. ഇത് നമ്മുടെ മൈൻഡിനെ കോച്ച് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്, നമ്മുടെ മൈൻഡിനെ കോച്ച് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാർക്ക് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ആൾക്കാരെല്ലാം ചെയ്യുന്ന അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ചെറിയ കാര്യങ്ങളിലുള്ള വീഴ്ചയാണ് സാധാരണ ആൾക്കാരായിട്ട് ജീവിക്കുന്നത്. മാനുഷിക ശക്തിയല്ല ഒരാളെ വലുതാക്കിയിട്ടുള്ളത്, ചെറിയ കാര്യങ്ങളിലുള്ള സൂക്ഷ്മത, ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ലേൺ ആൻഡ് കറക്റ്റ് ഫ്രം യുവർ മിസ്റ്റേക്ക് ആൻഡ് ഫെയിലിയർ. അതുപോലെ തന്നെ ഇതിനകത്ത് റോങ് ഏതാണ്, ഫോർ ദാറ്റ് യു നീഡ് ടു നോ വാട്ട് യു ആർ ഡൂയിങ് റോങ്. എന്താണ് റോങ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യണം. എന്താണ് റോങ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് റോങ് എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ലേൺ ആൻഡ് കറക്റ്റ് ഫ്രം നമ്മൾ മിസ്റ്റേക്കിനകത്തുനിന്ന് ഫെയിലിയറിനകത്തുനിന്ന് നമ്മൾ ലേൺ ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് നമ്മളൊരു ഏത്
കാര്യങ്ങളും ഏത് ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനുള്ള 9 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് വലിയ ലെവലിലേക്ക് വളരും. നമ്മളെ ഇനിയും പല സെഷൻ ഓരോരുത്തരുടെയും സെഷൻ നമുക്ക് കിട്ടാനുണ്ട്.